السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇവിടെ എൻ്റെ മുന്നിലിരിക്കുന്ന അധിക പേരും ടീനേജ് എന്ന് പറയുന്ന ഒരു പ്രായത്തിലുള്ളവരാണ്. എത്രയാണ് ടീനേജ് എന്ന് പറയുന്നത്? ഐഷ്ബൻ, ടീനേജ് പറഞ്ഞ എത്ര വയസ്സ്? അവസാനം ഈ ടീൻ എന്ന് പറയുന്നതിനാണ് ടീനേജ് എന്ന് പറയുന്നത്. അത് എവിടുന്ന് മുതലാ പറയാ? 13, 14 തുടങ്ങി 19 വരെയാണ് എന്ത് പറയുന്നത്? ടീനേജ് എന്ന് പറയുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. വലിയ പഠിക്കാനുള്ള കാര്യമൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ബന്ധിപ്പിക്കാവുന്ന, നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ചില കാര്യങ്ങളെ അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കി തരാനുള്ള ശ്രമം മാത്രമാണ്. ഈ പ്രായം വല്ലാത്തൊരു പ്രായമാണ്. വല്ലാത്തൊരു പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെയധികം ശരീരത്തിൽ ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന, പല കാര്യങ്ങളും മനസ്സിലാക്കുന്ന, എന്താണ് ചെയ്യേണ്ടത് എന്ന് സ്വയം ഒരു ബോധ്യപ്പെടാത്ത, ചെയ്യുന്നതെല്ലാം എനിക്ക് തോന്നുന്നതാണ് ശരി എന്ന് തോന്നുന്ന വല്ലാത്തൊരു പ്രായം. ഇതിന്റെ യാഥാർത്ഥ്യം നിങ്ങൾക്കൊക്കെ മനസ്സിലാകുക എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പ്രായം കഴിഞ്ഞിട്ട് ഒരു 20-21 വയസ്സാവുമ്പോഴാണ് ഈ പ്രായത്തിന്റെ ഇടയ്ക്ക്, അഥവാ ഈ ടീനേജിൽ എത്രത്തോളം അപകടം പിടിച്ച ചിന്തകളായിരുന്നു എനിക്കുണ്ടായിരുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുക. ഇവിടെ നമ്മളെല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാം കൊണ്ട് അനുഗ്രഹിച്ചവരാണ്. ഇസ്ലാമിൽ കൊണ്ട് അനുഗ്രഹിച്ചവരാണ്. വളരെ മഹത്തായ ആദർശമുള്ള, മഹത്തായ സ്വഭാവങ്ങളുള്ള, മഹത്തായ വിശ്വാസവും കർമ്മങ്ങളുമുള്ള ഒരു മനുഷ്യനെ എല്ലാവിധ നന്മയും നൽകുന്ന മതമാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. ഈ ഇസ്ലാമിന്റെ നിയമങ്ങൾ എല്ലാ കാലത്തും സ്വന്തം ഇച്ഛകളെ പിൻപറ്റുന്ന, ദേഹേച്ഛകളെ പിൻപറ്റുന്ന ആളുകൾക്ക് ഒരു വിലങ്ങുതടിയാണ്. അതെല്ലാ മേഖലയിലും, സാമ്പത്തിക മേഖലയിലാണെങ്കിലും ശരി, വിശ്വാസത്തിന്റെ മേഖലയിലാണെങ്കിലും, അല്ലാതെ കച്ചവടത്തിന്റെ മേഖലയിലും, എല്ലാ മേഖലയിലും. അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും ഷഹ്വത്തിന്റെ ആളുകൾ, ദേഹേച്ഛ പിൻപറ്റുന്ന പിശാചിന്റെ ആളുകൾ ഇസ്ലാമിന്റെ ആളുകളെ പിഴപ്പിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം ഒരുക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു ആയത്തിൽ കാണാം, വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും വയുരീദു അല്ലദീന യത്തബിഊന അശ്ശഹവാത് അൻ തമീലു മൈലൻ അദീമാ വഖുലിഖൽ ഇൻസാനു ളഈഫ. അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ തൗബ സ്വീകരിക്കാനും നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് പുറത്തു തരാനുമാണ്. എന്നാൽ ഷഹ്വത്തിനെ, ദേഹേച്ഛകളെ പിൻപറ്റുന്ന ആളുകൾ, അതായത് അവനവന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുന്ന, എനിക്കെന്താണോ ശരി തോന്നുന്നത്, എനിക്കെന്താണ് ആസ്വാദനം നൽകുന്നത്, അത് ചെയ്യുന്ന ആളുകൾ ഉദ്ദേശിക്കുന്നത് അൻ തമീലു മൈലൻ അദീമ. അല്ലാഹു തആല മുസ്ലിമീങ്ങളോടാ പറയുന്നത്, നിങ്ങൾ ബഹുദൂരം പഴച്ചു പോകണം, നേരായ മാർഗത്തിൽ നിന്ന് നിങ്ങൾ തെറ്റിപ്പോകണം. അതാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, വഖുലിഖൽ ഇൻസാനു ളഈഫ. മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് ദുർബലനായിക്കൊണ്ടാണ്. അവന് ഒരു കാര്യം പെട്ടെന്ന് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കി ഇന്നത് ചെയ്യാം, ഇന്നത് ഒഴിവാക്കാം എന്ന് ഉൾക്കാഴ്ചയോടുകൂടി ചെയ്യാൻ സാധിക്കില്ല. ആരെങ്കിലും അവന് പഠിപ്പിച്ചു കൊടുത്താലല്ലാതെ. ഒരു ഉദാഹരണം പറഞ്ഞാല്, ഇപ്പോ ഒരു കോഴിക്കുട്ടീനെ വിചാരിക്കുക. കോഴിക്കുട്ടീനെ കണ്ടിട്ടില്ലേ? ആ കോഴിക്കുട്ടിയുടെ മുൻപില് ഒരു പാത്രം എടുത്തിട്ട് കുറച്ച് ചരൽക്കല്ലും അതിന് ഭക്ഷിക്കാൻ പറ്റുന്ന കുറച്ച് അരിമണികൾ ഇട്ടുകൊടുത്താല് ആ കോഴിക്കുഞ്ഞ്, ഇപ്പോ ഒരു വയസ്സോ അത്രയും വളരെ ജനിച്ചിട്ട് കുറച്ചായിട്ടുള്ള ഒരു കോഴിക്കുഞ്ഞ്, അതിന് തിന്നാൻ യോഗ്യമായിട്ടുള്ള അരിമണികൾ എന്ത് ചെയ്യും? ആ ചരൽക്കല്ലിന്റെ ഇടയിൽ നിന്ന് കൊത്തിയെടുത്ത് തിന്നും. ഒരു വയസ്സായ ഒരു കുട്ടി ആ കുട്ടിയുടെ മുമ്പില് നല്ല തീക്കനലും നല്ല രുചിയുള്ള മുന്തിരിയും കൂടി മിക്സ് ചെയ്ത് കൊടുത്താല് ആ കുട്ടി ചിലപ്പോ ആദ്യം പോയിട്ട് എന്തിനെ പിടിക്കും? തീക്കനലിനെ പിടിക്കും.
അപ്പൊ മറ്റുള്ള മൃഗങ്ങളെ പോലെയല്ല, മനുഷ്യന് പഠിപ്പിച്ചു കൊടുക്കണം. ഇന്നതാണ് ശരി, ഇന്നത് തെറ്റാണ്, ഇന്നത് ചെയ്താൽ നിനക്ക് നന്മയാണ്, ഇന്നത് ചെയ്താൽ നിനക്ക് അപകടമാണ് എന്ന് മനുഷ്യൻ ആരെങ്കിലും പഠിപ്പിച്ചു കൊടുക്കണം. അത് പഠിപ്പിച്ചു കൊടുക്കാതെ മനുഷ്യൻ എന്ത് മനസ്സിലാവൂല? ഇത് ശരിയാണ്, ഇത് തെറ്റാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖുർആൻ ഇറക്കി തന്നിട്ടുള്ളത്, നബിമാരെ നിയോഗിച്ചിട്ടുള്ളത്. നമുക്ക് എന്താണ് ശരി എന്ന് പഠിപ്പിച്ചു തരാനും എന്താണ് തെറ്റിന്റെ മാർഗങ്ങൾ എന്ന് വേർതിരിച്ചു തരാനും ശരി ചെയ്താൽ നമുക്ക് എന്താണ് ലഭിക്കാൻ പോകുന്നത് എന്നും നാളെ പരലോകത്ത് നാം എവിടെയാണ് എത്താൻ പോകുന്നത് എന്നെല്ലാം കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇതൊന്നും സ്വീകരിക്കാതെ, ഇതൊന്നും അറിയാനോ പഠിക്കാനോ താല്പര്യം കാണിക്കാതെ നമ്മൾ നമ്മുടെ ചുറ്റും ജീവിക്കുന്ന ദേഹേച്ഛകളെ ഇലാഹാക്കിയിട്ടുള്ള, അഥവാ സ്വന്തം ഇച്ഛകൾ പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്ന ആളുകളെ കണ്ട് ജീവിച്ചാൽ നമുക്ക് വലിയ നഷ്ടമാണ് വരിക. അവർ ആഗ്രഹിക്കുന്ന നമ്മൾ പഴച്ചു പോകണമെന്നാണ്. നമ്മൾ ഈ യഥാർത്ഥ ദീനിൽ നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകണം എന്നാണ്. അത് നമുക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ആ തെറ്റിപ്പോകാതിരിക്കാൻ നമുക്ക് എന്ത് വേണം? ശരിയും തെറ്റും വേർതിരിച്ചറിയാൻ സാധിക്കണം. ഇപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോ, നിങ്ങൾ കോളേജിൽ പഠിക്കുമ്പോ, ഇന്ന് കോളേജുകളിലും സ്കൂളുകളിലുമുള്ള ചർച്ചകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. എന്തൊക്കെയാണ് അവിടെ സംസാരങ്ങൾ എന്തറിയാം, അവിടുത്തെ തിന്മകൾ എന്തൊക്കെയാണെന്നറിയാം. നിങ്ങൾ തന്നെ ജീവിതത്തിൽ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന, അറിയുകയും ചെയ്യുന്ന തിന്മകളും മ്ലേച്ഛതകളും തെമ്മാടിത്തരങ്ങളും നിങ്ങൾക്കറിയാം. നിങ്ങൾ അറിയുന്ന ആളുകളാണ്. നമ്മളൊക്കെ എത്രയോ അതിന് പുറത്താണ്. നിങ്ങൾ ഇന്ന് കാലത്ത് ഈ ആധുനിക സംവിധാനങ്ങളിൽ ജീവിക്കുന്ന ആളുകളാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. നിങ്ങളുടെ കൂട്ടുകാരന്മാരുടെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തത്തിന് തന്നെ അവസ്ഥകൾ ആലോചിച്ചു നോക്കി. എന്തെല്ലാം തിന്മകളാണ് നമ്മുടെ സ്കൂളുകളിലും കലാലയങ്ങളിലും ഉള്ളത്, കോളേജുകളിലുള്ളത്. എന്തെല്ലാം മ്ലേച്ഛതകളാണ് നമ്മൾ സംസാരിക്കുന്നത്, എന്തെല്ലാം തിന്മകളാണ് നാം കാണുന്നത്, എന്തെല്ലാം തെമ്മാടിത്തരങ്ങളാണ് നാം കേൾക്കുന്നത്, എന്തെല്ലാം തിന്മകളിലാണ് നാം ഒഴുകുന്നത്. നിങ്ങളൊന്ന് ഗൗരവത്തിൽ ആലോചിക്കണം. ഇതിന്റെയൊക്കെ അനന്തരഫലം വളരെ ഗൗരവമുള്ളതായിരിക്കും. അഡിക്ഷൻ ആണെന്ന് എല്ലാവർക്കും, പ്രത്യേകിച്ച് ഈ പ്രായത്തിലുള്ള, നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികൾ ഓരോ തിന്മക്കും അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വല്ലാത്ത ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും മയക്കുമരുന്ന് മാത്രമല്ല, ഒരുപാട് തിന്മകൾക്ക് അടിമപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുക. അതില്ലാതെ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥ, അത് ഒഴിവാക്കാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥ. എത്രയോ ആളുകൾ, എത്രയോ കുട്ടികളിൽ, നമ്മുടെ അടുത്തൊക്കെ കുട്ടികൾ വരിക എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ പിടുത്തം വിട്ടു പോകുമ്പോഴാണ്. എന്തെങ്കിലും അവസാനമായിട്ട് ഒരു രക്ഷയില്ല എന്നറിയുമ്പോ, അല്ലെങ്കിൽ വീട്ടുകാരറിയുമ്പോഴാണ് നമ്മുടെ അടുക്കൽ ഓരോരുത്തരുടെ കുട്ടികളുമായിട്ട് വരിക. ഞാൻ നിങ്ങളോട് വളരെയധികം നസീഹത്തോടുകൂടി, നിങ്ങളോടുള്ള ഇഷ്ടത്തോടുകൂടി, നിങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം പറ്റുന്നത് എത്ര വേദന ഉണ്ടാക്കുമോ അതിനേക്കാൾ വേദനയോടുകൂടി ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുക. പരലോകത്തിന്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടതുകൊണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുള്ള ഒറ്റ ആഗ്രഹം കൊണ്ട്. വേറെ നിങ്ങളും ഞാനും തമ്മിലൊരു ബന്ധമില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പേര് പോലും എനിക്കറിയില്ല, എന്റെ പേര് നിങ്ങൾക്കും അറിയുന്നുണ്ടാവില്ല. പക്ഷേ ഈ ഒരു ദിവസം അല്ലെങ്കിൽ നാളെ ഇത് കഴിഞ്ഞ് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോ നാളെ നിങ്ങൾ എന്തായി എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഈ പറയുന്നത് കൊണ്ട് എനിക്കൊരു നേട്ടമില്ല, ഭൗതികമായിട്ടൊരു നേട്ടമില്ല. പക്ഷെ ഈ പറയുന്നത് നിങ്ങളൊന്ന് ചെവി കേൾക്കുകയും നിങ്ങൾ ഉറ്റാലോചിക്കുകയും വേണം. സഹോദരങ്ങളെ, ഇന്ന് കാലത്ത് മുസ്ലിം യുവാക്കളെ, മുസ്ലിം ചെറുപ്പക്കാരെ, നമ്മെ ഓരോരുത്തരെയും പിഴപ്പിക്കാനുള്ള കെണികൾ ശഹ്വത്തിന്റെ ആളുകൾ, ദേഹേച്ഛയെ പിൻപറ്റുന്ന ആളുകൾ, സ്വന്തം ഇച്ഛയെ ഇലാഹാക്കിയിട്ട ആളുകൾ ഒരുപാട് കെണികൾ ഒരുക്കിയിട്ടുണ്ട്. അതിൽ ചിലപ്പോ പെട്ടുപോയ ആളുകൾ ഉണ്ടാവും എന്റെ മുന്നിലിരിക്കുന്നവരിൽ, അല്ലെങ്കിൽ ഇതുവരെ ഒന്നിലും അകപ്പെടാത്ത ആളുകൾ ഉണ്ടാവും. ഞാൻ ഈ സംസാരിക്കുന്നത് പെൺകുട്ടികളും കേൾക്കുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ്, എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ? അതിലൊന്നാമത്തെ ഒരു കാര്യം, നമ്മൾ ഇന്ന് ധാരാളം കേൾക്കുന്ന ചില വാർത്തകളാണ്. അഡിക്ഷന്റെ ഒന്നാമത്തെ അപകടമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് പലതരത്തിലുള്ള ലഹരി ഉപയോഗ വസ്തുക്കൾ. ഇന്ന് സ്കൂളുകളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളിൽ പോലും അതുപോലെയുള്ള അപകടങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, അതുപോലെയുള്ള കാര്യങ്ങൾ അറിയുന്നുണ്ട്. മദ്യപിക്കുന്നു, പുകവലിക്കുന്നു, അതുപോലെ തന്നെ കഞ്ചാവ്, അതിനു മുകളിൽ പുതുതായിട്ടുള്ള പല പേരുകളിലുള്ള സിന്തറ്റിക് ഡ്രഗ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗിക്കുന്ന ഒരു കാലം. എനിക്ക് ഉറപ്പാണ് ഇതിനെക്കുറിച്ചെല്ലാം കേൾക്കുക പോലും ചെയ്യാത്ത ഒരാളിവിടെ ഉണ്ടാവില്ല. അതായത് എപ്പോഴെങ്കിലും സ്കൂളുകളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് ഇതുപോലെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നുണ്ടാവും. നിങ്ങൾക്കൊരു കൂട്ടുകാരുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഒരു വ്യക്തി ഉണ്ടാവും, നിങ്ങളുടെ സ്കൂളിലോ നിങ്ങളുടെ അയൽപക്കത്തോ ഇതിനെല്ലാം പരിചയപ്പെടുത്തുന്ന, ഇതിനെല്ലാം ഉപയോഗിക്കുന്ന ഒരാളായിട്ട് ഉണ്ടാവും. കാരണം അത്രയധികം വ്യാപിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, അതിന്റെ ഗൗരവം നമ്മൾ സൂക്ഷിക്കണം. ഒന്നാമത്തേത്, ഇസ്ലാമിൽ അത് ഹറാമാണ്. കുല്ലു മുസ്കിരിൻ ഹറാമൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ലഹരി ഉണ്ടാക്കുന്ന എന്തെല്ലാം വസ്തുക്കളുണ്ടോ
അതെല്ലാം ഹറാമാണ്. ഇന്ന് ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം ഇത് ഉപയോഗിക്കുന്ന അവസ്ഥയിലാണ്, വളരെ അപകടത്തിലാണ്. അത് എല്ലാം എന്ത് സാധനം ലഹരി ഉണ്ടാക്കിയാലും അത് ഹറാമാണ്. ഉമ്മുൽ ഖബായിസ് മദ്യത്തിനെ പറ്റി പറഞ്ഞതാണെങ്കിലും ഏത് ലഹരി ഉണ്ടാക്കുന്ന കാര്യവും തിന്മകളുടെ ഏറ്റവും മാതാവ് എന്ന് പറയുന്ന തിന്മകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. എന്ത് തിന്മയിലേക്കും അത് ഉപയോഗിക്കുന്നവൻ ലഹരിക്ക് അടിമപ്പെട്ടവനായിത്തീരും. സഹോദരങ്ങളെ, ഇതിന്റെ അപകടം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കയ്യിലേക്ക് ഒരു സിഗരറ്റുമായി വരുന്ന നമ്മുടെ കൂട്ടുകാരൻ നമുക്കുണ്ടെങ്കിൽ അവനുമായിട്ടുള്ള ബന്ധം നമ്മൾ ഒഴിവാക്കണം. ഒരു മദ്യക്കുപ്പിയിലേക്ക് അല്ലെങ്കിൽ അതിനെ പരിചയപ്പെടുത്തുന്ന കൂട്ടുകാരനുണ്ടെങ്കിൽ അവനുമായിട്ടുള്ള ബന്ധം നമ്മൾ ഒഴിവാക്കണം. ഏതെങ്കിലും തരത്തിലുള്ള പുതുതായി ഇറക്കുമതി ചെയ്യുന്ന എന്തെങ്കിലും ലഹരിയെ നമ്മെ പരിചയപ്പെടുത്തുന്നെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കണം. അതിന്റെ അപകടം വളരെ വലുതാണ്. ഒരിക്കൽ ഈ ഡ്രഗ് ആൻഡ് കൺട്രോളിൽ വർക്ക് ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഒരു 6 വർഷം മുമ്പ് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു അനുഭവം, ഈ ലഹരിയുടെ അനന്തരഫലത്തിന്റെ ദുനിയാവിൽ വെച്ചുണ്ടാകുന്ന വളരെ അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ നാട്ടിൽ അദ്ദേഹം ഒരു റെയിൽവേ ഗേറ്റിന്റെ അവിടെ വന്നു പോകുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ, എന്നാൽ മാനസികമായിട്ട് അത്ര നല്ല അവസ്ഥയിലല്ലാത്തൊരു ചെറുപ്പക്കാരൻ എന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ച് വണ്ടിയിൽ എപ്പോഴും വരാറുണ്ട്. അവന് കുറച്ചു ദിവസം അങ്ങനെ ആ ചെറുപ്പക്കാരനെ കാണാതായപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കടക്കാരനോട് ഇയാൾ അന്വേഷിച്ചു, പോലീസുകാരെ അന്വേഷിച്ചു, ഇവിടെ ഇങ്ങനെ എപ്പോഴും കാണാറുള്ള ഒരു ചെറുപ്പക്കാരുണ്ടല്ലോ, അവൻ എവിടെയെന്ന് ചോദിച്ചു. നടന്ന സംഭവമാണ്. അപ്പൊ അവൻ എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ കടക്കാരൻ പറഞ്ഞു, ആ ചെറുപ്പക്കാരന്റെ അവസ്ഥ പറഞ്ഞു കൊടുക്കുക. ആ ചെറുപ്പക്കാരൻ അവനെ അവന്റെ ഉപ്പയും ഉമ്മയും എഞ്ചിനീയറിംഗ് പഠിപ്പിക്കാൻ വേണ്ടി ബാംഗ്ലൂരിലേക്ക് പറഞ്ഞയച്ചതാണ്. ബാംഗ്ലൂരിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. ഉപ്പാക്കൊരു പലചരക്ക് കടയുള്ളത്, അതുപോലെ തന്നെ ഇവനൊരു മകനാണുള്ളത്. അപ്പോ കിട്ടുന്ന ആ പണം, കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ആ പണം, അതുകൊണ്ട് മകൻ നല്ല രീതിയിൽ പഠിച്ചൊരു ജോലി നേടണമെന്നുള്ള ആഗ്രഹത്തിൽ ബാംഗ്ലൂരിൽ ഹോസ്റ്റലിൽ വിട്ട് പഠിപ്പിച്ച് അതിനുള്ള പണമെല്ലാം കൊടുത്ത് പഠിപ്പിക്കുകയാണ്. പക്ഷെ ഇവൻ ബാംഗ്ലൂരിൽ ചെന്ന് അവിടെയുള്ള ലഹരിയിലും മറ്റു പല കാര്യങ്ങളും ഉപയോഗിച്ച് വളരെയധികം ലഹരിക്ക് അടിമപ്പെട്ട അവസ്ഥയുണ്ടായി. അങ്ങനെ ഒരു ദിവസം രാവിലെ വീടിന്റെ കതക് തുറന്ന് ഉപ്പ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവൻ വീടിന്റെ മുന്നിൽ കിടക്കുന്നുണ്ട്, സിറ്റ് ഔട്ടിൽ കിടക്കുന്നുണ്ട്. അവൻ രാത്രി എപ്പോഴോ വന്ന് കിടന്നാണ്, കോളേജിൽ നിന്നെന്തോ പുറത്താക്കി പ്രശ്നമാക്കി വന്ന് കിടക്കുകയാണ്. അങ്ങനെ അവൻ എന്താണ് ഇവിടെ വന്ന് കിടക്കുന്നതെന്ന് വാപ്പ ചോദിച്ചപ്പോ അവൻ ചൂടായിട്ട് വാപ്പാനെ തട്ടി മാറ്റിയിട്ട് വീടിന്റെ ഉള്ളിൽ പോയി. അങ്ങനെ 1-2 ദിവസം കഴിഞ്ഞ് വാപ്പാനോട് ദിവസവും 2000 രൂപ വേണം, 3000 രൂപ വേണം, അങ്ങനെ പണം ചോദിക്കാൻ തുടങ്ങി. അപ്പൊ വാപ്പാക്ക് എന്തായാലും കൊടുക്കാനില്ല. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി, ബുദ്ധിമുട്ട് ഉണ്ടാവാൻ തുടങ്ങി. ഒരു ദിവസം ഈ ഉപ്പ കട കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ആ ഉപ്പ കാണുന്ന കാഴ്ച പറയാൻ പോലും ആ മടിക്കുന്ന ഒരു കാഴ്ചയാണ്. അവന്റെ ഉമ്മാന്റെ കഴുത്ത് ഞെരിച്ചിട്ട് കൊന്നിട്ടുണ്ട്. കൊല്ലുക മാത്രമല്ല, വളരെ വൃത്തികെട്ട രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് കണ്ട വാപ്പ, ഉമ്മ മരണപ്പെട്ട് കിടക്കുന്നതിന് കഴുത്തി എരിച്ചിട്ട് കുളിക്കുന്ന അവസ്ഥയാണ്. ഇത് കണ്ട വാപ്പാക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ വാപ്പ നേരെ പോയിട്ട് അപ്പുറത്തെ റൂമിൽ കഥ കിടക്കുകയും വാപ്പ അവിടുന്ന് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ഇവൻ പിന്നീട് ഒരു ഭ്രാന്തനായിക്കൊണ്ടാണ് ജീവിച്ചത്. ആ അവസ്ഥയിലാണ് ഈ പോലീസുകാരൻ ഇയാളെ കാണുന്നത്. പിന്നീട് ഉണ്ടായത്, ഒരു ദിവസം ഈ കാണുന്നതിന്റെ കുറച്ച് ദിവസം മുൻപ് റെയിൽവേ ട്രാക്കിൽ ഈ ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന അവസ്ഥയിൽ ട്രെയിൻ തട്ടി അവൻ മരിച്ചുപോയി. സഹോദരങ്ങൾ, നടന്ന സംഭവമാണ്. ഇതുപോലെ എത്രയോ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മുടെ ബുദ്ധിക്ക് ദോഷം പറ്റുന്ന, നമ്മുടെ ബുദ്ധി മറച്ചു കളയുന്ന, നമ്മെ ഒരു ഭ്രാന്തനാക്കുന്ന ലഹരി എങ്ങനെയാണ് സഹോദരൻ നമുക്ക് ഗുണം ഉണ്ടാക്കുക? എന്ത് ഗുണം നമുക്ക് അതിനുണ്ടാവുക? ഇതൊന്ന് ആലോചിച്ച് നോക്കി, ഇതിന്റെ അപകടം ആലോചിച്ച് നോക്കി. ഇതിന്റെ യാഥാർത്ഥ്യം കുറച്ചുകൂടി പറയാൻ ലജ്ജയുള്ളതുകൊണ്ടാണ് പറയാത്തത്. അത്രയധികം അപകടമായ രീതിയിലാണ് അവന്റെ കുടുംബവും അവന്റെ ജീവിതവും ഒക്കെ തൊലഞ്ഞു പോയത്. ഇങ്ങനെ എത്ര ആളുകൾ, എത്ര യുവാക്കൾ. അതുകൊണ്ട് സഹോദരങ്ങളെ നാം ഓർമ്മിപ്പിക്കട്ടെ, അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ലഹരിയുടെ ഒന്നാമത്തെ പടിയിലെങ്ങാനും നാം പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ, അതൊരു ചെറിയ സിഗരറ്റ് ആണെങ്കിലും അതിലും ചെറുതായിട്ടുള്ള എന്തെങ്കിലും വസ്തുവാണെങ്കിലും അത് നമ്മൾ അവസാനിപ്പിക്കണം. നമുക്ക് പലപ്പോഴും സ്കൂളുകളിൽ കുട്ടികൾ ഇതുപോലെ ഒരു ലഹരി അടിമപ്പെട്ട ഒരു ചെക്കനോട് ഒരിക്കൽ ചോദിക്കണ്ടായി, എന്താണ് ഇപ്പൊ നീ ഇതൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ മറുപടി എന്താ അറിയോ? ഈ സിനിമയിലും ഇതിലൊക്കെ നമ്മൾ കാണുന്നത് ഇതന്നെ അല്ലേ. ഈ സിനിമകളും ഇതെല്ലാം കണ്ടിട്ട് അതിലെല്ലാം ഇത് ഉപയോഗിക്കുകയും ഇത് ഉപയോഗിക്കുമ്പോഴുള്ള ആസ്വാദനവും കാണിച്ചിട്ട് കുട്ടികൾ അതാണ് പഠിക്കുന്നത്, അതാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അതിനോടുള്ള ആഗ്രഹം വർദ്ധിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്ന, അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അതൊന്നും ഉപയോഗിക്കാൻ താല്പര്യം ഉണ്ടാവും. ആ താല്പര്യം ഉണ്ടാകുന്ന സമയത്തായിരിക്കും നമ്മുടെ ഒപ്പം പഠിക്കുന്ന ഒരുത്തൻ ഇതിന്റെ ആളാണെന്ന് അറിയുക, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഒപ്പം പഠിക്കുന്ന ആളുകൾ ഇതിന്റെ ആളാണെന്ന് അറിയുക. അപ്പൊ അവരുടെ മുമ്പിൽ നമുക്കൊരാളാവണമെങ്കിൽ ഇതെന്തെങ്കിലും ഉപയോഗിച്ചു നോക്കണം തോന്നും.
തോന്നും, അത് ഉപയോഗിച്ചു തുടങ്ങും. അതിന്റെ അപകടം നമുക്ക് വലിയ നഷ്ടത്തിലായിരിക്കും. എന്നാൽ സഹോദരങ്ങളെ, നമുക്ക് സാധിക്കും ഇതൊക്കെല്ലാം ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കും. ഇതിന്റെ അപകടം പറഞ്ഞല്ലോ, നമ്മുടെ ബുദ്ധി നശിപ്പിച്ചു കളയും, നമുക്ക് ഭ്രാന്തനാകുന്ന അവസ്ഥയുണ്ടാവും. സഹോദരങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അള്ള തന്ന വലിയ നിഅമത്താണ് ഈ ബുദ്ധിബോധം എന്ന് പറഞ്ഞ സാധനം. അത് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. അത് ഭ്രാന്തനായിട്ട് ആളുകൾ നമ്മെ കാണുന്ന അവസ്ഥ ആലോചിച്ചു. നമ്മൾ റോട്ടിൽ എത്ര ആൾക്കാരെ കാണാറുണ്ട്, അതിൽ പലരും ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടായിട്ടുള്ളവരാ. എന്നാൽ സഹോദരങ്ങളെ, ഒരു കാര്യം ആലോചിച്ചാൽ മതി, നാളെ അള്ളാന്റെ മുമ്പിൽ നിൽക്കേണ്ട ഒരു ദിവസം ഉണ്ടല്ലോ എന്ന് ആലോചിച്ചാൽ എന്ത് തിന്മയിൽ നിന്ന് ഒഴിവാകാനും അതിലേക്ക് കിടക്കാതിരിക്കാനും നമ്മൾ പറ്റും. അതിനൊരു ഒരു സംഭവം, എന്റെ ഒരു അടുത്ത സുഹൃത്ത് മാഷാ അള്ളാ ഇന്ന് വളരെയധികം ദീനിയായിട്ട് ജീവിക്കുന്ന നല്ല ദീനി ബോധമുള്ള നല്ല എന്റെ അടുത്തൊരു സുഹൃത്താണ്. അവനെ ഞാൻ പരിചയപ്പെടുമ്പോൾ അവന്റെ ജീവിത കഥ പറയണ്ടായി. അവൻ എങ്ങനെയാണ് ഈ ദീനിയായിട്ട് മാറുന്നത്, എന്താണ് അതിനുള്ള സാഹചര്യം എന്നുള്ളത്. അവന്റെ കോളേജ് പഠിക്കുന്ന കാലത്ത് വളരെയധികം ഡ്രഗ്സ് ഉപയോഗിക്കുമായിരുന്നു, ഇതുപോലെയുള്ള ലഹരി ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ ലഹരി ഉപയോഗിച്ച അവസ്ഥയിൽ തന്നെ വീട്ടിൽ അവൻ നിൽക്കുന്ന സമയത്ത് അവന്റെ ഉമ്മ മൊബൈലിൽ ഒരു ദർസ് കേൾക്കാം, ഒരു ക്ലാസ് കേൾക്കാം. ആ ക്ലാസ്സിലെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഇസ് റളിയല്ലാഹുവിന്റെ ചരിത്രമാണ്. മാഇസ് റളിയല്ലാഹു എന്നുള്ള സഹാബിയുടെ ചരിത്രമാണ് ഉമ്മ ക്ലാസ് കേൾക്കുന്നത്. ഇവിടെ ആർക്കെങ്കിലും മാഇസ് റളിയല്ലാഹുവിന്റെ ചരിത്രം അറിയോ? ഈ സഹാബിയുടെ പേര് കേട്ടിട്ടുണ്ടോ? മാഇസ് റളിയല്ലാഹു എന്നുള്ള ആ സഹാബിയുടെ ചരിത്രം. ആ സഹാബിയുടെ ചരിത്രം എന്തെന്ന് പറഞ്ഞാൽ, ആ സഹാബി വിവാഹിതനായ ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അദ്ദേഹം ഒരു സമയത്ത് വ്യഭിചരിച്ചുപോയി. ഇസ്ലാമിൽ വിവാഹിതനായ ഒരു വ്യക്തി വ്യഭിചരിച്ചാലുള്ള ശിക്ഷ എന്താ? ഇസ്ലാമിക ഭരണകൂടമുള്ള ഒരു നാട്ടില് ഒരു വിവാഹിതനായ ഒരു വ്യക്തി ഒരു വ്യഭിചാരം നടത്തിയാൽ, അത് അറിഞ്ഞാൽ, അത് തെളിയിക്കപ്പെട്ടാൽ അവന്റെ മേലുള്ള ശിക്ഷ എന്താ? എറിഞ്ഞ് കൊല്ലും, റജ്മ് നടത്തും. ചെറിയ കല്ലുകൾ വെച്ചിട്ട് അവനെ എറിഞ്ഞു കൊല്ലണം എന്നുള്ളതാണ് വിധി. അപ്പൊ മാഇസ് റളിയല്ലാഹു അൻഹു ഇത് സംഭവിച്ചു. അപ്പൊ ഈ വിഷയമാണ് ദർസ് കേൾക്കുന്നത്. വിഷയം ഞാൻ പറയാം. അങ്ങനെ മാഇസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, തുഹ്ഹിർനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, എന്നെ നിങ്ങൾ ശുദ്ധീകരിക്കണം. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ വ്യഭിചരിച്ചു പോയിട്ടുണ്ട്, എന്നെ നിങ്ങൾ അതിനുള്ള ശിക്ഷ നടപ്പിലാക്കണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് അതിയായ കനിവുള്ളവനാണ്. ആ ശിക്ഷ ഇത് തെളിയിക്കപ്പെട്ട പിന്നെ ശിക്ഷ എന്തായാലും നടപ്പിലാക്കണം. അപ്പൊ റസൂലുള്ള മറ്റുള്ള സഹാബാക്കളോട് ചോദിച്ചു, ഇവൻ മദ്യപിച്ചിട്ടുണ്ടോ നോക്ക് പറഞ്ഞു. മദ്യപിച്ചിട്ട് മദ്യത്തിന്റെ ലഹരിയിലാണോ പറയുന്നത് നോക്ക്. മദ്യപിച്ചാ എന്താ ശിക്ഷയുള്ളത്? ചാട്ടവാറടി, 80 ചാട്ടവാറടി അടിക്കലാണ്. അപ്പൊ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. സഹാബാക്ക് നോക്കി പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. വീണ്ടും ഈ സഹാബി എന്ന് പറഞ്ഞു, തുഹ്ഹിർനി യാ റസൂലല്ലാഹ്, എന്നെ ശുദ്ധീകരിക്കണം റസൂലെ, എന്നെ ശുദ്ധീകരിക്കണം പറഞ്ഞു. അങ്ങനെ ഉറപ്പായിട്ടും ഇത് സമ്മതിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഈ വ്യക്തിയെ മാഇസ് റളിയല്ലാഹു അൻഹുവിനെ എറിഞ്ഞു കൊല്ലാൻ കൽപ്പിക്കുകയും മാഇസ് റളിയല്ലാഹു അൻഹുവിനെ എറിഞ്ഞ് വധിക്കുകയും ചെയ്തു. അപ്പൊ ഈ വിഷയമാണ് എന്റെ കൂട്ടുകാരന്റെ ഉമ്മ മൊബൈലിൽ ക്ലാസ് കേൾക്കുന്നത്. അപ്പൊ ഇവൻ ഒന്നാമത് ലഹരിയിലാണ്, പകുതി ലഹരിയിലാണ് അവൻ വീട്ടിൽ കയറിയിട്ടുള്ളത്. അപ്പൊ ഈ ക്ലാസ് അവന് കേട്ടപ്പോ അവൻ എന്തോ ഒരു കാര്യം ഉള്ളിൽ കയറി. കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും അവൻ ആ ക്ലാസ് എടുത്ത് വീണ്ടും അവൻ ഒറ്റയ്ക്കിരുന്ന് കേട്ടു. അവൻ പറഞ്ഞ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഒരു കാര്യമാണ് ആ ക്ലാസ്സിൽ ആലോചിച്ചത്. ആലോചിച്ച വിഷയം എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ മാഇസ് റളിയല്ലാഹു എന്ന് പറഞ്ഞ ഈ വ്യക്തി വ്യഭിചരിച്ച തെറ്റ് ഒരാളും കണ്ടിട്ടില്ല, ഒരാളും അറിഞ്ഞിട്ടില്ല, ഒരാളും കണ്ടിട്ടുമില്ല. പിന്നെ എന്തിനാണ് അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് ഈ വ്യക്തി വന്ന് പറഞ്ഞത്? എന്തിന്റെ ആവശ്യമാണ് അതുള്ളത്? ഇപ്പൊ നമ്മളൊരു തെറ്റ് ചെയ്ത് നമ്മൾ ആൾക്കാർ മുമ്പിൽ ചെന്ന് പറയാൻ നിൽക്കുമോ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്? പറയാൻ നിൽക്കൂല, നമ്മളത് മറച്ചു വെക്കും. അപ്പൊ ഈ വ്യക്തി എന്തിനാണ് അള്ളാന്റെ റസൂലിന്റെ അടുത്ത് വന്ന് പറഞ്ഞത്? അവൻ പറയാണ്, ഞാൻ അത് കുറെ ആലോചിച്ച് അവൻ അതേസമയം കൂടുതൽ ദർസ് കേൾക്കുകയും ദീനിനെ പറ്റി പഠിക്കുകയും ചെയ്ത് അവന് ബോധ്യപ്പെട്ടു, നാളെ മരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു തആല താൻ ചെയ്ത തെറ്റിന് ശിക്ഷിക്കുമെന്നുള്ള ബോധം, ആ വിശ്വാസം ഉറച്ചത് കൊണ്ടാണ് ആ സഹാബിന്റെ ഏറ്റു പറഞ്ഞത്, ഞാൻ ഈ തെറ്റ് ചെയ്തിട്ടുണ്ട്, എന്നെ ശുദ്ധീകരിക്കണം. കാരണം ദുനിയാവിൽ അതിനുള്ള ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങിക്കഴിഞ്ഞാൽ നാളെ പരലോകത്ത് എനിക്കത് ഒഴിവാകും. ദുനിയാവിൽ ഒരു തെറ്റിന് ഒരാളുടെ മേലെ ഹദ്ദ് നടപ്പിലാക്കിയാൽ അവൻ ആ തെറ്റ് പുറത്തു കൊടുക്കുന്നതാണ്, കാരണം ആ ശിക്ഷ അവൻ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അപ്പൊ പരലോകത്തെ ശിക്ഷ ഇതിനേക്കാൾ വലുതാണ്, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നുള്ള ബോധമാണ് ഈ സഹാബിയെ അത് ഏറ്റു പറയാൻ പ്രേരിപ്പിച്ചതെന്ന് അവന് മനസ്സിലായി.
അത് അവന്റെ ജീവിതത്തിൽ ഒരു വലിയൊരു മാറ്റത്തിന് കാരണമാവുകയും കൂടുതൽ ദീന് പഠിക്കുകയും ഇന്ന് നല്ല ദീനിയായി ജീവിക്കുന്ന ഒരു അവസ്ഥയിൽ അൽഹംദുലില്ലാ മരണം വരെ അല്ലാഹു തആല നമ്മളെ ഏവരെയും നിലനിർത്തട്ടെ, അവനെയും നമ്മളെ എല്ലാവരെയും നിലനിർത്തട്ടെ, അവൻ നല്ല രീതിയിൽ ജീവിച്ചു പോകും. സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ക്ലാസ്സുകളിലും നിങ്ങളുടെ കൂട്ടുകാരിലും നിങ്ങളുടെ അയൽവാസികളിലും നിങ്ങളുടെ ചുറ്റുപാടിലും ഇതെല്ലാം കൊണ്ടുവന്നു തരുന്ന, ഇതെല്ലാം പരിചയപ്പെടുത്തി തരുന്ന ആളുകളുണ്ട്. ഇപ്പൊ പെൺകുട്ടികളോടാണെങ്കിലും പെൺകുട്ടികൾക്ക് ഇത് കൊണ്ടുവന്നു തരുന്ന ആൺകുട്ടികളുണ്ട്, അതിൽ അവരുടെ തന്നെ കൂട്ടുകാരികളുണ്ട്. ഇന്നത്തെ കാലം അത്രത്തോളം നശിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുവന്ന് തരുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ഇത് ആലോചിക്കണം. ഒന്ന്, ദീനിയായിട്ട് അത് ഹറാമാണ്. അല്ലാഹു തആല മുമ്പിൽ നാളെ കണക്ക് പറയേണ്ടി വരും. അല്ലാഹു തന്ന ശരീരമാണിത്, അല്ലാഹു തന്ന ബുദ്ധിയാണിത്, അല്ലാഹു തന്ന കഴിവാണിത്. അല്ലാഹു തആല നൽകിയ ഈ ശരീരം ഇതേപോലെ നല്ല രീതിയിൽ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അല്ലാഹു ചോദിക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമുക്കൊരാൾ ഒരു സാധനം ഏൽപ്പിച്ചു തന്നു, എന്നിട്ട് പറഞ്ഞു നിന്നെ വിശ്വസിച്ച് തരികയാണ്, ഞാൻ പറഞ്ഞ പോലെ മാത്രമേ ഇത് കാര്യങ്ങൾ നോക്കാൻ പാടുള്ളൂ, അങ്ങനെ ഇത് നോക്കണം എന്ന് പറഞ്ഞു. അതിൽ എന്തെങ്കിലും നമ്മൾ കൃത്രിമം കാണിച്ചാൽ തിരിച്ചു കൊടുക്കുമ്പോ അയാൾക്ക് ഇഷ്ടപ്പെടുവോ? ഇല്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ശരീരത്തിൽ എന്ത് അധികാരമാണ് നമുക്കുള്ളത്? പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളാവട്ടെ, എന്ത് അധികാരം നമ്മുടെ ശരീരത്തിനുള്ളത്? നിങ്ങളുടെ തൊലിയുടെ നിറം നിങ്ങൾ തീരുമാനിച്ചതാണോ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല. നിങ്ങളുടെ മുഖത്തിന്റെ രൂപം നിങ്ങൾ തീരുമാനിച്ചതാണോ? ഇവിടെ ചില ആളുകൾ പിന്നെ നീളം കൂടിയവരുണ്ട്, നീളം കുറഞ്ഞവരുണ്ട്, അങ്ങനെ പല രൂപത്തിലുണ്ട്. ഇത് നിങ്ങൾ തീരുമാനിച്ചതാണോ? അല്ലെങ്കിൽ ഇന്ന ഉമ്മാന്റെ മകനായിട്ട് ഞാൻ ജനിക്കണം തീരുമാനിച്ച നിങ്ങളാണോ? അല്ലെങ്കിൽ ഇന്ന നാട്ടിൽ ഞാൻ ജനിക്കണം തീരുമാനിച്ച നിങ്ങളാണോ? അല്ല, ഇതൊന്നും നമ്മളല്ല. അല്ലാഹുവിന്റെ ഈ ചോദ്യങ്ങൾ ആലോചിച്ച് നോക്കി. യാ അയ്യുഹൽ ഇൻസാൻ മാ ഗർറക ബിറബ്ബിക്കൽ കരീം الذي خلقك فسواك فعدلك في أي صورة ما شاء ركبك يا أيها الإنسان يا منشيا ما غرك بربك الكريم മാന്യനായ അങ്ങേയറ്റം ഔദാര്യം ചെയ്യുന്ന നിന്റെ റബ്ബിന്റെ വിഷയത്തിൽ നിന്നെ ചതിച്ചത് എന്താണ്? നിന്നെ വഞ്ചിച്ചത് എന്താണ്? അല്ലദീ ഖലഖക്, നിന്നെ സൃഷ്ടിച്ചവനാണവൻ, നിന്നെ ഈ രീതിയിൽ കോലത്തിലാക്കിയവനാണവൻ, അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നിങ്ങൾക്ക് രൂപം നൽകിയവനാണവൻ. സഹോദരങ്ങളെ, അല്ലാഹു തആലയാണ് നമുക്ക് ശരീരം തന്നത്. അള്ളാഹുവാണ് ഇതിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിട്ടുള്ളത്. അള്ളാഹുവാണ് ഇതിന്റെ പൂർണ്ണമായ അധികാരമുള്ളത്. പിന്നെ എന്ത് ധൈര്യത്തിലാണ് അള്ളാഹു ഹറാമാക്കിയ രീതിയിൽ നമ്മൾ ഈ ശരീരം കൊണ്ട് പ്രവർത്തിക്കുക? ഈ ശരീരത്തിലേക്ക് അള്ളാഹു ഹറാമാക്കിയ ഭക്ഷണം കഴിക്കുക? നമുക്ക് അധികാരമില്ല. ഇത് വലിയൊരു യാഥാർത്ഥ്യമാണ്, വലിയൊരു യാഥാർത്ഥ്യം. നിങ്ങൾ ചിന്തിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ ക്ലാസ് കേൾക്കുക എന്നുള്ളതും അതെന്തെങ്കിലും വായിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമാണ്. നിങ്ങളൊന്ന് ഒറ്റയ്ക്കിരുന്ന് നിങ്ങൾ സ്വന്തത്തിലൊന്ന് ആലോചിക്കാൻ തയ്യാറായാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും സഹോദരങ്ങൾ. അല്ലെങ്കിൽ നമുക്ക് വലിയ നഷ്ടമാണ് വരിക. മരണം നമ്മുടെ അടുത്തേക്ക് വരുമ്പോ പിന്നെ നമുക്ക് സമയം കിട്ടൂല. ഒരിക്കൽ ഞാൻ എന്റെ ചില അനുഭവങ്ങൾ പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല്, നാളെ നിങ്ങളുടെ ആരുടെങ്കിലും അനുഭവം വേറെ ആരോടെങ്കിലും എനിക്ക് പറയാനുണ്ടാവരുത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ച് എന്റെ ജീവിതത്തിൽ നേരിട്ട് അനുഭവിച്ച ഉറപ്പായിട്ടുള്ള കാര്യങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഒരിക്കൽ ഞാന് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് ആ സ്ഥാപനത്തിന്റെ രാത്രി അവിടെ തന്നെ താമസിക്കുക. കുറച്ചപ്പുറത്ത് ഫ്ലഡ് ലൈറ്റ് നടക്കുന്നുണ്ട്, ഫുട്ബോൾ കളി നടക്കുമല്ലോ രാത്രി. ആ രാത്രി കളി നടക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ ബൈക്ക് ഓടിച്ചു പോയി. അവനെ ഇരുട്ടത്ത് കാണാതെ ഒരു ഇന്നോവ കാർ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ഇന്നോവ കാർ നിർത്തിയിട്ട് ഇന്നോവ കാറിന് അവന് ഓർമ്മയില്ലാതെ ഉറങ്ങിപ്പോയിട്ട് എന്താ അറിയില്ല, അവൻ പോയി ഇടിച്ചിട്ട് ആ സമയത്ത് തന്നെ അവൻ മരണപ്പെട്ടു. നല്ല ശക്തമായിട്ട് അവൻ ഇടിച്ചത്. അങ്ങനെ അവന്റെ ശരീരം, ഞാനൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ശരീരം ഹോസ്പിറ്റലിന്റെ മോർച്ചറിയിൽ കൊണ്ടുവന്ന് അത് മുറിക്കുന്ന സമയത്ത് അവന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം, തലയുടെ ഈ ഭാഗം പൊട്ടിപ്പോയിട്ടുണ്ട്. വണ്ടിയിൽ ഇടിച്ചിട്ട് ഈ ഭാഗം പൊട്ടിപ്പോയിട്ടുണ്ട്. തലയൊന്ന് പൊന്തിച്ചാൽ തന്നെ വായിന്ന് മുക്കുന്ന ചോര ഒലിക്കുന്ന അവസ്ഥയാണ്. അങ്ങനെ അവന്റെ വസ്ത്രം, അവന്റെ ഷർട്ട് മുറിച്ച് കളയാണ്, കത്തിരികൊണ്ട് മുറിച്ചെടുക്കുക. അവന് ഊരാൻ പറ്റൂല, എന്തായാലും മരിച്ചുപോയ ഒരാളെ ഊരാൻ പറ്റില്ല. കത്തിരികൊണ്ട് മുറിക്കുന്ന സമയത്ത് മുറിക്കുന്ന ആള് പറഞ്ഞൊരു വാക്കുണ്ട്, അതൊന്നും ഞാൻ ശരിക്കും ഓർക്കുന്ന ഒരു വാക്കാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? അദ്ദേഹം പറയാണ്, ഇവനിപ്പോ വിചാരിച്ചിട്ടുണ്ടാവോ ഇവന്റെ ഈ വസ്ത്രം ഞാനാണ് മുറിക്കുക? ഇവന് വിചാരിച്ചിട്ടുണ്ടാവോ ഇവന്റെ ഈ വസ്ത്രം ഞാനാണ് മുറിക്കുക എന്ന് ഇവൻ വിചാരിച്ചിട്ടുണ്ടാവും? ഒരു പരിചയമില്ലാത്ത ഒരാളാണ്. ഒരു നിമിഷം കൊണ്ടാണ് മാറുന്നത്. നമ്മുടെ ഈ വസ്ത്രം നമ്മൾ അഴിക്കുമെന്ന് പോലും നമുക്ക് ഉറപ്പില്ല സഹോദരങ്ങൾ. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ ശരീരം അല്ലാഹു തആല നൽകിയതാണ്. അതുകൊണ്ട് തന്നെ ആ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ രീതിയിൽ മാത്രമേ അതിന് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. ഹറാമായ രീതിയിലുള്ള ഒരു ലഹരിയിലേക്കും നമ്മൾ പോകരുത്. അത് അപകടമാണ്, നമ്മുടെ ദുനിയാവ് നശിപ്പിക്കും.
നശിപ്പിക്കും, പരലോകം നശിപ്പിക്കും. ഒരു ഭ്രാന്തനായി നടക്കുന്ന അവസ്ഥ ദുനിയാവിൽ ഉണ്ടാകും, പരലോകത്ത് നരകാവകാശിയാകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അതുകൊണ്ട് അതുപോലെയുള്ള കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. അത് അഡിക്ഷനാണ്. അത് തുടങ്ങിക്കഴിഞ്ഞാൽ അതിലേക്ക് മുഴുകിക്കൊണ്ടേയിരിക്കും. അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ വളരെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. തുടങ്ങിയവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപദേശം നൽകാൻ യോഗ്യരായിട്ടുള്ള ആളുകൾ അടുക്കൽ ഉപദേശം തേടുക, എങ്ങനെയാണ് അത് അവസാനിപ്പിക്കേണ്ടത് എന്ന്. അതല്ലാതെ അതിലേക്ക് വീണ്ടും മടങ്ങുകയല്ല വേണ്ടത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, രണ്ടാമത്തെ ഒരു കാര്യം, ഈ പ്രായത്തിൽ, ഈ ടീനേജിന്റെ പ്രായത്തിൽ നിങ്ങളെല്ലാം ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ അവർക്ക് ബാധിക്കുന്ന വളരെ ഗൗരവമേറിയിട്ടുള്ള ഒരു രോഗമാണ് ഇഷ്ഖ് എന്ന് പറയുന്നത്, പ്രണയം എന്ന് പറയുന്നത്, ഔഹിത ബന്ധങ്ങൾ എന്ന് പറയുന്നത്, പുരുഷന് സ്ത്രീയോടും സ്ത്രീക്ക് പുരുഷനോടും തോന്നുന്ന താല്പര്യം എന്ന് പറയുന്നത്. അത് അപകടമാണ്. കാരണം ഒന്നാമത്തെ നാം പറഞ്ഞതുപോലെ അത് വ്യഭിചാരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെയും വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അത് വ്യഭിചാരമാണ്, വ്യഭിചാരത്തിലേക്ക് നയിക്കുന്ന ഭാഗമാണ്. അല്ലെങ്കിൽ കൃത്യമായിട്ടും അത് വലിയ അപകടത്തിലേക്ക് നയിക്കുന്ന കാര്യമാണ്. നമുക്ക് സ്വാഭാവികമായിട്ടും ഇപ്പൊ നിങ്ങളുടെ പ്രായത്തിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന സ്കൂളിലോ കോളേജിലോ നിങ്ങൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് പഠിക്കുന്നുണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും പെൺകുട്ടികളോട് സംസാരിക്കുന്ന അവസ്ഥയുണ്ടാവും. അത് തന്നെ പാടില്ല. ആ സംസാരം തന്നെ പാടില്ല. അത് പിന്നീട് നയിക്കുന്ന വലിയ അപകടത്തിലേക്കായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു സ്ത്രീയും ഒരു പുരുഷനും, ഒരു അന്യസ്ത്രീയും ഒരു അന്യപുരുഷനും ഒരുമിച്ചായി കഴിഞ്ഞാൽ പിന്നീട് അവിടെ പിശാചാണ് ഉണ്ടാവുക. പിശാച് അവരുടെ ഇടയിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ, ആഗ്രഹങ്ങൾ ജനിപ്പിക്കും. ആ ഒന്നിച്ചാവുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥലത്താവണമെന്നില്ല, ഓൺലൈൻ ആയിട്ടുള്ള സൗകര്യങ്ങളിലായാലും മതി. ഇന്ന് നമുക്കറിയാം, ഇന്ന് ഇവിടെ പിന്നെ വാട്സപ്പ്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം, സ്നാപ്ചാറ്റ്, അങ്ങനെ എന്തെല്ലോ സാധനങ്ങൾ ഇന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിലെല്ലാം വളരെ വലിയ അപകടമായിട്ട് നമ്മൾക്ക് പെട്ടുപോകുന്ന, പുരുഷന്മാരും സ്ത്രീകളും പെട്ടുപോകുന്ന അവസ്ഥയാണ് ഇതുപോലെയുള്ള അവിഹിതമായ ബന്ധങ്ങൾ എന്നുള്ളത്. ഒന്ന് സഹോദരങ്ങളെ, സ്ത്രീ എന്നുള്ളത് പുരുഷനുള്ള വലിയൊരു ഫിത്നയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, മാ തറക്തു ബഅദി ഫിത്നതൻ അദറ അല റിജാൽ മിനൻ നിസാ. സ്ത്രീകളെക്കാൾ വലിയൊരു ഫിത്ന പുരുഷന്മാരിലേക്ക് ഞാൻ ഭയപ്പെടുന്നില്ല, ഞാൻ വിട്ടേച്ചു പോകുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിന്റെ ഒരു മഹത്വം ആലോചിച്ച് നോക്കിയെങ്കിൽ, ഒരു അന്യ സ്ത്രീയുടെ മുഖത്തേക്ക് അവളിലേക്ക് നോക്കരുത്. ഒരു അന്യ സ്ത്രീ പോകുന്നുണ്ടെങ്കിൽ, ഒരു സ്ത്രീ അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടുന്ന് ദൃഷ്ടി താഴ്ത്തണമെന്നാ പറഞ്ഞത്. ഖുല്ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം. അവരോട് ദൃഷ്ടി താഴ്ത്താനാ പറയണത് അല്ലാഹ്. നിങ്ങൾ നോക്കരുത്. ആ നോട്ടം പിന്നീട് തിന്മയിലേക്ക് നയിക്കുന്ന ഒരു കാര്യമായിരിക്കും. സഹോദരൻ, അതുപോലെ തന്നെയാണ് സംസാരങ്ങൾ, മെസ്സേജുകൾ, ചാറ്റ് ചെയ്യലുകൾ. ഇതെല്ലാം അപകടമാണ്. ഒരു അന്യ പുരുഷനോട് ഒരു സ്ത്രീക്ക് ചാറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു അന്യ സ്ത്രീയോട് ഒരു പുരുഷന് ചാറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് അപകടമാണ്. അത് നമ്മളെ നയിക്കുന്ന വ്യഭിചാരത്തിലേക്കാണ്. നമുക്കറിയാം, വ്യഭിചാരം കൊണ്ടുണ്ടായ അപകടങ്ങൾ എത്രയെന്നറിയോ? ഈ പ്രണയം കൊണ്ടുണ്ടായ അപകടങ്ങൾ എത്രയെന്നറിയോ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ, ഈ പ്രണയം എന്ന് പറഞ്ഞ അപകടം എത്ര വലുതാണെന്നറിയോ? അത് എവിടെയാണ് എത്തുന്നത്, ആ എത്തുന്നിടത്തോളം അപകടമാണ്. ഇപ്പൊ ഒരു പ്രണയിച്ച് വിവാഹം കഴിച്ചു, എന്നാലും അതിന്റെ ദോഷം അനുഭവിക്കേണ്ടി വരും. അത് നഷ്ടപ്പെട്ടു പോയി, അത് പിരിഞ്ഞു പോയി, എന്നാലും അതിന്റെ ദോഷം അനുഭവിക്കേണ്ടി വരും. അതിൽ പെടാതിരിക്കുക എന്നുള്ളത് ഒരു വഴിയുള്ളൂ. അതിൽ നമ്മൾ അകപ്പെടാതിരിക്കുക എന്നുള്ളതേ ഒരു വഴിയുള്ളൂ. അതിലേക്കുള്ള മാർഗങ്ങളെ അടക്കുക എന്നുള്ളതേ ഒരു വഴിയുള്ളൂ. എത്രയോ ആളുകൾ, സഹോദരങ്ങളെ, നമുക്ക് അങ്ങനെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ, നമ്മുടെ മൊബൈലുകളിൽ, നമ്മുടെ രാത്രികളിൽ, നമ്മുടെ രഹസ്യങ്ങളിൽ നമ്മളൊരു അന്യ സ്ത്രീയുമായിട്ട് ചാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു അന്യ സ്ത്രീയുടെ സൗന്ദര്യത്തിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പെൺകുട്ടികൾ ഒരു അന്യ പുരുഷനോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ, അന്യ പുരുഷന് തന്റെ ചിത്രങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ, സഹോദരന്മാരെ, അത് അപകടമാണ്. അത് നമ്മെ നരകത്തിലേക്ക് നയിക്കുന്ന വ്യഭിചാരത്തിന്റെ പാതയാണ്. എത്ര അപകടമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞത്. ഫത്തഖുദ്ദുനിയ വത്തഖുന്നിസാ. നിങ്ങൾ ദുനിയാവിനെ സൂക്ഷിച്ചോളി, നിങ്ങൾ സ്ത്രീകളെയും സൂക്ഷിച്ചോളി. സഹോദരങ്ങളെ, നമ്മളെ കൽബിന്റെ നൂറില്ലാതെയാവും. കൽബിൽ ഹക്കും ബാത്തിലും വേർതിരിച്ചറിയാവുന്ന ആ പ്രകാശം കെട്ടുപോകും. നമുക്കൊന്നും വേർതിരിച്ച് പറയാൻ പറ്റാത്ത അവസ്ഥയിൽ തിന്മയിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ഇഷ്ഖ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഇഷ്ഖ് എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ് എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർക്കുന്നതിന് തുല്യമായിട്ടുള്ള കാര്യമാണ് ഇഷ്ഖ്. കാരണം അവൻ തൗഹീദിന്റെ അടിസ്ഥാനം എന്താണ്? അള്ളാഹുവിനോടുള്ള ഹുബ്ബാണ്. ഇഷ്ഖ് ബാധിച്ചാൽ അവൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ വേറൊരാളെ സ്നേഹിക്കും.
ഇപ്പൊ ഒരു പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ആരെയാണോ സ്നേഹിക്കുന്നത് അവന്റെ അല്ലെങ്കിൽ അവളുടെ തൃപ്തിക്ക് വേണ്ടിയിട്ട് അവൻ പലതും ചെയ്യാൻ തുടങ്ങും. അവളുടെ തൃപ്തി ആഗ്രഹിച്ച് അവൻ പ്രവർത്തിക്കാൻ തുടങ്ങും. അവന്റെ തൃപ്തി ആഗ്രഹിച്ച് അവൻ പലതും ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് സഹോദരങ്ങളെ അത് നമ്മൾ ഒഴിവാക്കണം. അതിന്റെ അപകടം വലുതാണ്. അത് നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ദുനിയാവിൽ നമുക്ക് നഷ്ടപ്പെടുന്ന എന്താണെന്നറിയോ? ദുനിയാവിലെ നഷ്ടം എന്താണെന്നറിയോ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കി വെച്ചിട്ടുള്ള, ഹലാലാക്കിയിട്ട് ദുനിയാവിൽ വെച്ചിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു ദാമ്പത്യ ജീവിതം നമുക്ക് നഷ്ടാവും. എത്ര ആളുകളാണ് അവരുടെ സ്കൂളിലും കോളേജിലും ഉണ്ടായ പ്രണയം കൊണ്ടും അതുപോലെയുള്ള ബന്ധങ്ങൾ കൊണ്ടും ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകാൻ സാധിക്കാതെ പകുതിയിൽ മുറിഞ്ഞു പോകുന്ന, അല്ലെങ്കിൽ പിന്നീട് അതിനേക്കാൾ വലിയ തിന്മയിലേക്ക്, ഔഹിത ബന്ധത്തിലേക്ക് പോകുന്ന അവസ്ഥ. എത്ര ആളുകളാണ് കോളേജിലും അതുപോലെ തന്നെ സ്കൂളുകളിലും വ്യഭിചരിക്കുന്ന അവസ്ഥ ഉണ്ടായത്, പ്രണയത്തിൽ അകപ്പെട്ടിട്ട്. എത്ര ആൺകുട്ടികളും പെൺകുട്ടികളുമാണ്. നിങ്ങളിത് ആളുകൾ അറിയില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ചെയ്ത് ശരിയായിക്കൊള്ളുന്നില്ല. നിങ്ങൾ ആഗ്രഹിച്ച് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് അത് ശരിയായിക്കൊള്ളുന്നില്ല. നിങ്ങൾക്കറിയോ, അതെങ്ങാനും ഇസ്ലാമിക ഭരണകൂടമുള്ള ഒരു നാട്ടിലാണ് ഒരു അവിവാഹിതനായ യുവതിയും യുവാവും വ്യഭിചരിച്ചതെങ്കിൽ അതിന് ശിക്ഷ എന്താണെന്നറിയോ? അവനെ ചാട്ടവാറടി അടിച്ച് അവൻ നാട് കടത്തും. അതല്ലെങ്കിൽ ഈ വിവാഹിതനായിട്ടാണെങ്കിലോ നേരത്തെ പറഞ്ഞതുപോലെ അവൻ എറിഞ്ഞു കൊല്ലും. അത്ര ഗൗരവമുള്ളൊരു തിന്മയാണ്. സഹോദരങ്ങളെ, ഇതുപോലെയുള്ള തിന്മയിലേക്ക്, സഹോദരിമാരെ ഇതുപോലുള്ള തിന്മയിലേക്ക് നയിക്കപ്പെടുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് പെൺകുട്ടികളോട് നിങ്ങൾക്കൊരു ആവശ്യമില്ല, ഒരു നിങ്ങൾക്ക് മഹ്റമല്ലാത്ത, നിങ്ങളുടെ ഉപ്പയോ സഹോദരങ്ങളോ മൂത്താപ്പമാരോ എളാപ്പമാരോ മാമന്മാരോ അല്ലാത്ത ഒരു അന്യപുരുഷനിലേക്ക് എന്തെങ്കിലും ആവശ്യത്തിന് സംസാരിക്കേണ്ട ആവശ്യങ്ങൾക്കില്ല. ഇന്ന് കാലത്ത് എന്താണ് നമ്മുടെ സഹോദരിമാരുടെ അവസ്ഥ? അവരുടെ ചിത്രങ്ങൾ അവർക്ക് ഇഷ്ടം, അവരോട് എന്തെങ്കിലും രീതിയിൽ ഒന്ന് നല്ല രീതിയിൽ സംസാരിച്ചു, അല്ലെങ്കിൽ 2 ഡയറി മിൽക്ക് വാങ്ങിക്കൊടുത്തു, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഒന്ന് നല്ല രീതിയിൽ നോക്കി, ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്വന്തം ചിത്രങ്ങൾ വരെ അയച്ചു കൊടുക്കുന്ന അവസ്ഥ. ഇതിന്റെ അപകടം എത്ര വലുതാണെന്നറിയോ? 1-2 വിഷയങ്ങൾ. ചില പെൺകുട്ടികളെല്ലാം അവരുടെ ഇതുപോലെ ചൂഷണത്തിൽ അകപ്പെട്ടിട്ട് നമ്മുടെ അടുക്കൽ പിന്നെ മാനസികമായിട്ട് ഡിപ്രഷൻ അടിച്ചു വരികയാണ്. അവരുടെ മാതാപിതാക്കൾ അത്ര ടെൻഷൻ അടിച്ചിട്ട് അത്ര വലിയ അപകടത്തിൽ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ആൺകുട്ടികളോട് പറയാനുള്ളത്, ഇത് ഈ പ്രായത്തിൽ തോന്നുന്ന കേവലം ഒരു ആഗ്രഹമാണ്, കേവലം ഒരു ആഗ്രഹം മാത്രമാണ്. അത് നിങ്ങൾക്ക് പിടിച്ചു നിർത്തിയാൽ ഹലാലായിട്ട് അള്ളാഹ് നൽകുന്ന ഒരു ഇണ നിങ്ങൾക്ക് ലഭിക്കും. നല്ലൊരു ജീവിതം അതിലൂടെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതല്ല എങ്കിൽ അള്ളാഹു ഹലാലാക്കി വെച്ചിട്ടുള്ള ദാമ്പത്യ ജീവിതത്തിന്റെ എല്ലാവിധ സന്തോഷവും ഇതിലൂടെ കെടുത്തിക്കളയുന്നതാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കാനുള്ള ഈ പ്രായത്തിൽ നിങ്ങൾ നേരിടുന്ന മറ്റൊരു അപകടമാണ് വൃത്തികേടുകൾ കാണുക എന്നുള്ളത്, അശ്ലീലതകൾ കാണുക എന്നുള്ളത്. ഇന്ന് വളരെയധികം അധികരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അത് കൗമാരക്കാരിലും യുവാക്കളിലും മധ്യവയസ്കരിലും എല്ലാവരിലും ഒരുപോലെ അധികരിച്ചിട്ടുള്ള കാര്യമാണ് ഹറാമുകളിലേക്ക് നോക്കുക എന്നുള്ളത്. കാരണം അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കാനും ലഭിക്കാനും ഇത് മാർഗം എളുപ്പമായിട്ടുണ്ട്. ഇന്ന് എളുപ്പത്തിൽ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിലേക്ക് ആളുകൾ വീണു പോകുന്നുണ്ട്. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ രഹസ്യ ജീവിതം എന്നുള്ളത് മറ്റൊരാളും കാണാതെ നമ്മൾ എന്ത് കാര്യം ചെയ്താലും നിങ്ങൾ നിങ്ങളുടെ കഥ കടിച്ച് നിങ്ങളുടെ ബെഡ്റൂമിൽ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് നിങ്ങളുടെ ഹിസ്റ്ററി എത്ര ഡിലീറ്റ് ചെയ്താലും, ആളുകളിൽ നിന്ന് നിങ്ങൾ എന്തെല്ലാം രീതിയിൽ മറച്ചു വെച്ചാലും അള്ളാഹുവിൽ നിങ്ങൾക്ക് മറച്ചേക്കാൻ സാധിക്കില്ല. അള്ളാഹുവിൽ നിങ്ങൾക്ക് മറച്ചേക്കാൻ സാധിക്കില്ല. അള്ളാഹ് സമീഅാണ്, എല്ലാ കാര്യങ്ങളും ശരിക്ക് കേൾക്കുന്നവനാണ്. അള്ളാഹ് ബസീറാണ്, എല്ലാ കാര്യം കൂരാകൂരിരുട്ടിലുള്ള എന്ത് കാര്യമാണെങ്കിലും അള്ളാഹ് കാണുന്നവനാണ്. അതുപോലെ തന്നെ അള്ളാഹു തആല ഖബീറാണ്, സൂക്ഷ്മമായി അറിയുന്നവനാണ്. സഹോദരങ്ങളെ, നാളെ മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മുമ്പിൽ നിൽക്കുമ്പോൾ അള്ളാഹ് ഹറാമാക്കിയ രീതിയിലേക്ക് കാര്യങ്ങൾ കാണുകയും ആസ്വദിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ നാം കുറ്റക്കാരാകും. അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷ അത് ഭയങ്കരമായിരിക്കും. അത് നമുക്ക് സഹിക്കാൻ പറ്റൂല, അത് നമുക്ക് സഹിക്കാൻ കഴിയില്ല. ഈ ദുനിയാവിലാണെങ്കിലോ ഓരോ ആളുകളുടെയും മാനസികമായ നില തെറ്റിച്ച് കളയുന്ന കാര്യമാണ്. നിങ്ങൾ ഇതിന്റെ അപകടം നോക്കിയാൽ അറിയാം. ഇതുപോലെയുള്ള വൃത്തികേടുകൾ കാണുന്നതിന്റെ ഭൗതികമായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരും സൈക്കോളജിസ്റ്റുമാരും സൈക്കാട്രിസ്റ്റുമാരും അതിന്റെ അപകടം അറിയിക്കുന്നുണ്ട്. അത് മാനസികമായി ഉണ്ടാക്കുന്ന പിരിമുറുക്കം എത്ര വലുതാണെന്നുള്ളത്, അതുകൊണ്ടുള്ള അപകടങ്ങൾ എത്ര വലുതാണെന്നുള്ളത്. ഇതെല്ലാം ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും അഡിക്ഷനുകളാണ്. ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും അഡിക്ഷനുകളാണ്. ഇതിൽ അകപ്പെടും തോറും വീണ്ടും അകപ്പെട്ടുകൊണ്ടിരിക്കും. ഇതിൽ നമ്മൾ ഒന്നിന് വീണ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അടുത്തത് എന്നുള്ള നിലയ്ക്ക് അതിൽ വീണുകൊണ്ടേയിരിക്കും. അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് വളരെയധികം പണിയുള്ള കാര്യമായിരിക്കും. ഇതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒറ്റ വഴിയുള്ളൂ. ഇതൊക്കെ അവസാനിപ്പിക്കാൻ ഒറ്റ വഴിയുള്ളൂ, നിർത്തുക എന്നുള്ളതാണ് വഴി.
അതെന്താണോ തിന്മ അത് നിർത്തുക എന്നുള്ളതാ വഴിയുള്ളൂ. അതിന്റെ സാഹചര്യം ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇനി സഹോദരങ്ങളെ, ഇതുപോലെയുള്ള തിന്മയിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട ചില ഘടകങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ചില ഘടകങ്ങൾ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സിനിമകൾ എന്നുള്ളത്. നമ്മൾ ഇന്ന് അത്ര അധികം, പ്രത്യേകിച്ച് കൗമാരക്കാരിലും യുവാക്കളിലും അത്ര അധികം സ്വാധീനം ചെലുത്തുന്ന ഒരു കാര്യമാണ് സിനിമകൾ എന്നുള്ളത്. സിനിമകൾ കാണാത്ത ഒരാള് സിനിമകൾ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അതെന്തോ മോശമാണെന്നുള്ള നിലക്ക് വരെ ആളുകൾ ചിന്തിച്ചു പോകുന്ന എത്ര തിന്മകളാണ് സിനിമകൾ കാരണം ഉണ്ടായത്. എത്ര തിന്മകളാണ് ഉണ്ടായത്. സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിനെ മയക്കിക്കളയുന്ന സിഹ്റാണത്. നമ്മുടെ തലച്ചോറിന്റെ നിയന്ത്രണം വേറെ ആളുകൾ ഏറ്റെടുക്കുന്ന രീതിയിലുള്ള കാര്യമാണ് ഈ സിനിമകൾ എന്ന് പറഞ്ഞാൽ. നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം. നമുക്ക് ഈ പ്രണയത്തിനോടും അതുപോലെ ഈ ഹറാമുകളോടും ഇതുപോലെയുള്ള ലഹരികളോടൊക്കെ താല്പര്യം ഉണ്ടാക്കുന്നതിൽ സിനിമക്കുള്ള സ്വാധീനം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആലോചിച്ച് നോക്കി, ഇപ്പൊ നമ്മൾ ഒരു നല്ല ബൈക്ക് റേസിംഗ് ഉള്ള ഒരു സിനിമയാണ് കണ്ടതെങ്കിൽ പിന്നെ നമുക്ക് ബൈക്ക് ഓടിക്കുമ്പോൾ ആ രീതിയിൽ ഓടിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ വേറെ എന്തെങ്കിലും ലഹരി ഉപയോഗിക്കുന്ന സിനിമയാണ്, അതിനെ നല്ല രീതിയിൽ കാണിക്കുന്ന സിനിമയാണെങ്കിൽ അതിനോടുള്ള താല്പര്യം അതൊന്ന് ഉപയോഗിച്ചു നോക്കാൻ നമുക്ക് തോന്നും. നായകൻ സിഗരറ്റ് വലിക്കുന്ന നായകനാണ്, മദ്യപിക്കുന്ന നായകനാണെങ്കിൽ അതൊന്ന് പരിശീലിക്കണമെന്ന്, അതൊന്ന് ചെയ്യണമെന്ന ആഗ്രഹം നമ്മുടെ ഉള്ളിൽ തോന്നും. ഇനിയൊരു നായകനും നായികയും പ്രണയിക്കുന്ന രംഗങ്ങളാണെങ്കിൽ അതുപോലെ ഒന്ന് നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് തോന്നും. ഇപ്പൊ നായകനും നായികയും ബൈക്കിൽ പോകുന്ന കാണുകയാണെങ്കിൽ അതുപോലെ കാമുകിനെ കൊണ്ട് പോകാൻ തോന്നും. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അറിയോ, സിനിമ എന്ന് പറഞ്ഞാൽ തന്നെ ഫാന്റസിയാണ്. അത് യാഥാർത്ഥ്യമല്ല. അതിൽ അഭിനയിക്കുന്ന ആളുകൾക്കൊന്നും ജീവിതത്തിൽ അത് യാഥാർത്ഥ്യത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. അത് ആരുടെയോ ഉള്ളിൽ തോന്നിയ ചിന്തകൾ അത് എഴുതുകയും അത് പിന്നെ അഭിനയിച്ചുണ്ടാക്കുകയും അതിൽ ക്യാമറ എഫക്റ്റുകൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ കാണിക്കുക. അത് നമുക്കൊരു ആസ്വാദനം ഉണ്ടാക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരാള് 10 ആൾ അടിച്ചിരുന്ന ഒരു സിനിമ, അല്ലെങ്കിൽ സിനിമയിൽ 10-20 ആൾ അടിച്ചിരുന്ന, ജീവിതത്തിൽ നടക്കുന്നത്? ജീവിതത്തിൽ നടക്കുമോ? ഒരിക്കലും നടക്കൂല. ഇത് വെറുതെ കാണിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ തിന്മകൾ ഉണ്ടല്ലോ, ഇപ്പൊ ഈ പറഞ്ഞതുപോലെ എന്ത് കാര്യമാണെങ്കിലും ഇതെല്ലാം സിനിമയിൽ കണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചാൽ അതിനൊരു അവസാനം ഉണ്ടാവും. അത് നമുക്ക് ലഭിക്കാൻ പോകുന്നില്ല. അതിനൊരു ഇത് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നൊരു കാര്യമാണ്. 2016 എറണാകുളത്ത് ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, കോളേജ് പഠനം കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ, അവൻ പ്രണയിച്ച അവന്റെ കാമുകയും കൂടി ഒളിച്ചോടാൻ തീരുമാനിച്ചു. വീട്ടുകാരെ വിട്ട് ഒരുമിച്ച് ജീവിക്കാൻ, അവരുടെ ജീവിതം ആസ്വദിക്കാൻ വീട്ടുകാരെതിരായപ്പോൾ അതിനുവേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഈ യുവാവ് ഒരു ദിവസം രാത്രി പുലർച്ചയോട് അടുത്ത സമയത്ത് ഈ യുവതിയുടെ വീട്ടിൽ പോയിട്ട്, പെൺകുട്ടിയുടെ വീട്ടിൽ പോയിട്ട്, പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവർ രണ്ടുപേരും ബൈക്കിൽ പോയി. നിങ്ങളത് ആലോചിച്ച് നോക്കി, അവരുടെ മനസ്സിലുണ്ടാവുന്ന ഒരു ചിന്ത എന്തായിരിക്കും? ഇനി അങ്ങോട്ട് ഞങ്ങൾ ഒരുമിച്ചിട്ടുള്ള ജീവിതം, ഞങ്ങൾ കാലാകാലം ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നു, ഞങ്ങൾ ഒരുമിച്ച് നല്ല രസമായിരിക്കും, ആ ചിന്തയിലാണ് അവർ പോകുന്നത്. ചിലപ്പോൾ ചില സിനിമയുടെ പാട്ടുകളായിരിക്കും അവർ ബൈക്ക് ഓടിക്കുമ്പോൾ അവർക്ക് തോന്നുക. എന്തുണ്ടായിന്നറിയോ? അവർ നേരെ പോയി ഒരു ലോറി അവരെ അടിച്ചു, രണ്ടുപേരും അപ്പം മരിച്ചു. അവരൊരു ലോറി ഇടിച്ചു, രണ്ടുപേരപ്പം മരിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങൾക്ക് ചിരി വരുന്നുണ്ട്, നിങ്ങൾ ആലോചിച്ച് നോക്കണം. അത്രത്തോളം ആ പ്രണയം തലക്ക് പിടിച്ചിട്ട് അവരുടെ വീട് വിട്ട് അവർ സ്വപ്നം കാണുന്നത് അവർ ഒരുമിച്ചിട്ടുള്ള ഒരു ജീവിതമാണ്. ഒരു നിമിഷം കൊണ്ട് അത് തീർന്നു പോണത്, ഒരു നിമിഷം കൊണ്ടാണ് അത് അവസാനിക്കുന്നത്. അതാണ് മരണം എന്ന് പറഞ്ഞാൽ. എല്ലാ യാഥാർത്ഥ്യം കൊണ്ടുവരുന്ന സാധനം മരണാണ്. മരണത്തിനെ കുറിച്ച് ആലോചനയാണ് സഹോദരങ്ങളെ ഹക്ക് നമുക്ക് മനസ്സിലാക്കി തരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. മരിച്ചു പോകുന്ന ആലോചിച്ചാൽ എല്ലാ കാര്യവും നമുക്ക് ബോധ്യപ്പെടും. ഇപ്പൊ നമ്മൾ പറയുമ്പോ ഈ പറയുന്ന കാര്യങ്ങൾ, ഇവിടെ ക്ലാസ് കേട്ട കാര്യങ്ങളും ഇവിടുന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ ചില ആൾക്കാർക്ക് ഉള്ളിൽ തോന്നും, ഇവർക്കൊന്നും വേറൊരു പണിയില്ല, എനിക്ക് വേറെ കുറെ കാര്യം ചെയ്യാണ്ട് ഇനി അവിടെ പോയിട്ട് വേണം ഇന്നത് ചെയ്യാൻ ഒക്കെ നമുക്ക് തോന്നുന്നുണ്ടാവും. അപ്പൊ ഞാൻ ഇതൊന്നും ആലോചിച്ച് നോക്കി, മരണത്തെ കുറിച്ച് ആലോചിച്ച് നോക്കി. അപ്പൊ ഈ പറയുന്നതിലൊക്കെ ഒരു അർത്ഥം മനസ്സിലാവും, ഇതിനൊക്കെ ഒരു കഥ ഉണ്ട് മനസ്സിലാവും. അതെല്ലാം ഒരിക്കലും നമുക്ക് ബോധ്യപ്പെടൂല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നമ്മളിൽ ഒരാളിലേക്ക് മരണം വന്നെത്തുമ്പോ, മരിക്കുന്ന ആ സമയത്തുമ്പോ ഒരാൾ പറയുന്ന വാക്കെന്താണെന്നറിയോ? അല്ലാഹു തആല പറഞ്ഞിരുന്ന വാക്കെന്തറിയോ? നമ്മൾ മരിക്കുന്ന സമയത്ത് ഒരാൾ തിന്മയിൽ മുഴുകിയിട്ട് ജീവിക്കുന്ന ഒരാള് മരിക്കുന്ന സമയത്ത് അയാളുടെ അടുക്കല് മലക്കുൽ മൗത്ത് വരുമ്പോ അയാൾ പറയുന്ന വാക്കെന്തറിയോ? അല്ലാഹു പറയാണ്, ഖാല റബ്ബിർജിഊൻ, അല്ലാഹ് ഒന്ന് മടക്കി തരണേ, ഒന്ന് ദുനിയാവിലേക്ക് മടക്കണേ, ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു,
ഞാൻ ചെയ്യാതെ പോയിട്ടുള്ള കുറച്ച് സൽക്കർമ്മങ്ങളുണ്ട്. ഞാൻ നിസ്കരിച്ചിട്ടില്ല, ഞാൻ സുബഹി നിസ്കരിച്ചിട്ടില്ല, ജമാഅത്തായി മസ്ജിദിൽ പോയി നിസ്കരിച്ചിട്ടില്ല, റമദാനിൽ നോമ്പ് നോൽക്കാതെ ആളുകളുടെ മുമ്പിൽ നോമ്പാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പറ്റിച്ചിട്ടുണ്ട്, ഞാൻ അതുപോലെ തന്നെ നന്മകൾ ചെയ്തിട്ടില്ല, തിന്മകളാണ് ഞാൻ ചെയ്തു കൂട്ടിയത്, നീ ഹറാമാക്കിയ കാര്യങ്ങൾ ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ട്, എന്റെ രഹസ്യത്തിൽ ഞാൻ ഒരുപാട് തിന്മകൾ മുഴുകിയിട്ടുണ്ട്, എനിക്ക് ഒന്ന് മാറണം, എനിക്ക് സൽക്കർമ്മം ചെയ്യണമെന്നാണ് ഒരാൾ മരണസമയത്ത് പറയുക. സഹോദരൻ, ആ ഒരു അവസ്ഥയിൽ എത്തേണ്ട വല്ല ആവശ്യമുണ്ടോ? നമുക്ക് ആ ഒരു അവസ്ഥയിലാവേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇല്ല. അതിനു മുമ്പ് തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി. എന്റെ സഹോദരന്മാരും സഹോദരിമാരും ഒരു നിമിഷം ആലോചിച്ചാൽ മതി, നമ്മൾ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത് എന്ന്. ഒരു നിയന്ത്രണവുമില്ലാതെ നമ്മുടെ ശരീരം പൂർണ്ണമായി നിയന്ത്രിക്കുന്ന അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നതിൽ എന്ത് ബുദ്ധിമുട്ടാണ് നമുക്കുള്ളത്? എന്ത് ബുദ്ധിമുട്ടാണ് നമുക്കുള്ളത്? എളുപ്പമുള്ള കാര്യല്ലേ. ഇപ്പോ നമ്മള് ഇത് പറയുമ്പോ പറയും, ഇപ്പൊ നമുക്കൊക്കെ ഇവിടെ പലർക്കും, പല കുട്ടികൾക്കും, ഇപ്പൊ ചെറുപ്പക്കാരിലൊക്കെ ഉണ്ടാവുന്ന അവരുടെ ഹെയർ സ്റ്റൈൽ വ്യത്യസ്ത രീതിയിലാക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഒരാള് മുടി സ്ട്രൈറ്റൻ ചെയ്തിട്ട് കളർ കൊടുത്തിട്ടുണ്ട്, വേറൊരാള് നെറ്റിയിൽ അവിടെ കുറച്ച് വേറിട്ട് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ രീതിയിലൊക്കെ വളർത്തിയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, പടച്ചോനെ, ഇവന്റെ മുടിയിൽ ഇവന് വല്ല അധികാരമുണ്ടോ? ഇവന്റെ മുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ചില ആളുകൾക്ക് 18 വയസ്സിൽ തന്നെ കഷണ്ടി ആവുന്നുണ്ട്, മുടി വരുന്നില്ല, ഓൻ എന്താ ചെയ്യാ? ഞാൻ ചിലപ്പോ ആലോചിക്കും, ഇവനൊക്കെ നാളെ ഫുള്ള് മുടിയും കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ എന്തുകൊണ്ടാ ഇവൻ നടക്കുക? ഞാൻ തമാശ പറയല്ല, നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. എന്റെ മുടി നാളെ എല്ലാം കൊഴിഞ്ഞു പോയി, ഈ മുടി എനിക്ക് വളരുന്നില്ല, വളർത്താൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഞാൻ എന്റെ മുടിക്ക് ഇഷ്ടം പോലെ വളർത്തും? ആർക്കെങ്കിലും അത് കൊഴിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ട്? ഒരാൾക്ക് കഷണ്ടി വന്നു, ഇപ്പൊ കഷണ്ടിക്ക് മരുന്ന് തേക്കുന്ന ഒരുപാട് ആൾക്കാരൊക്കെ അറിയാം. മുടി കൊഴിഞ്ഞിട്ട് പിന്നെ കഷണ്ടി മാറാൻ വേണ്ടിയിട്ട് മരുന്ന് തേക്കുന്ന ഒരുപാട് ആൾക്കാരൊക്കെ അറിയാം. മരുന്ന് തേക്കുന്നതും പല എണ്ണ തേക്കുന്നതും അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അവ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമുക്ക് നാളെ അത് വന്നാല് അത് വരുത്താൻ നമ്മളെ കൊണ്ട് പറ്റൂല, നമ്മളത് സാധിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചു, നമുക്ക് ഇഷ്ടമുള്ള പോലെ തന്നു, അല്ലാഹു തആല ഉദ്ദേശിച്ച രീതിയിൽ തന്നു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനെ പറഞ്ഞയച്ച് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. ഇപ്പൊ പെൺകുട്ടികളോട് പറയുകയാണെങ്കിൽ അവർക്ക് മുടി കൊടുത്തു, സൗന്ദര്യം കൊടുത്തു, എല്ലാം കൊടുത്തു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, നിങ്ങൾ ഈ സൗന്ദര്യം അന്യപുരുഷന്മാരെ കാണിക്കരുത്, നിങ്ങളുടെ ശരീരം അന്യപുരുഷന്മാരെ കാണിക്കരുത്, അത് നിങ്ങൾ മറച്ചു വെക്കണം. അപ്പൊ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഒരു നല്ല സൗന്ദര്യമുള്ള ഒരു മുസ്ലിം പെൺകുട്ടിയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എന്റെ ഈ ശബ്ദം കേൾക്കുന്ന ഒരു പെൺകുട്ടിയാണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ഒരു പെൺകുട്ടി, അവൾക്ക് നല്ല സൗന്ദര്യം അള്ളാഹു നൽകിയിട്ടുണ്ട്, അവൾക്ക് നല്ല മുടി നൽകിയിട്ടുണ്ട്, എല്ലാം വിചാരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും അവൾക്കുണ്ടാകുന്ന ആഗ്രഹം അവളുടെ സൗന്ദര്യം മറ്റുള്ളവർ കാണണം, അതുപോലെ തന്നെ അവളുടെ മുടി നല്ല രീതിയിലുള്ളത് ആളുകൾ കാണണം. അത് ആഗ്രഹിച്ചുകൊണ്ട് അവൾ അത് കാണിക്കാൻ തുടങ്ങുകയാണെങ്കിൽ എന്താണ് ഇതിന്റെ അർത്ഥമുള്ളത്? അവൾക്കിതെല്ലാം നൽകിയ അള്ളാഹു പറയുകയാണ്, നീ എന്ത് ചെയ്യരുത്, ഇത് അന്യപുരുഷന്മാരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കരുത്, നിനക്ക് നിന്റെ ഭർത്താവിന്റെ മുമ്പിൽ മാത്രം പ്രദർശിപ്പിക്കാനുള്ളതാണിത്. നീ നിന്റെ വേഷം, നിന്റെ ശരീരം മുഴുവൻ മറക്കുന്നതായിരിക്കണം, നിന്റെ ഔറത്തുകൾ മറക്കുന്നതായിരിക്കണം, നീ മറ്റുള്ളവരെ ആകർഷിക്കുന്ന തരത്തിൽ വസ്ത്രം അണിയരുത്, അതുപോലെ തന്നെ ചാഞ്ഞും ചെരിഞ്ഞും നടന്ന് പുരുഷന്മാരെ ആകർഷിപ്പിക്കരുത് എന്ന് അവളോട് പറയുന്നത് അവളെ സൃഷ്ടിച്ച അവളുടെ റബ്ബാണ്. അതുപോലെ പുരുഷന്മാരെ പോലെ തന്നെ ഇപ്പൊ നമ്മളോട് ഒരു വേഷം പറയാണ്, ഒരു വേഷം നമ്മൾ ധരിച്ചിട്ട് പറയാണ്, നീ അത് ധരിക്കരുത്, അത് ഇസ്ലാമിൽ വിരോധിച്ചിട്ടുള്ള വേഷമാണ്, ഞെരിയാനിക്കടിയിൽ നീ വസ്ത്രം വലിച്ചഴിക്കരുത്, അതുപോലെ തന്നെ ശരീരഘടന അറിയുന്ന രീതിയിൽ ഇറുകി പിടിച്ച വസ്ത്രങ്ങൾ ധരിക്കരുത്, നിന്റെ മുടി ഒരു ഭാഗം മാത്രം വെട്ടി ഒരു ഭാഗം വളർത്തുന്ന അതുപോലെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച രീതിയിൽ നിങ്ങൾ മുടി വെട്ടരുത്, ഇതെല്ലാം പഠിപ്പിക്കുകയാണ് വിചാരിക്കുക. ഇതുപോലെ ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ അവർ പറയുകയാണ്, ഞാൻ എന്റെ ഇഷ്ടത്തിലാണ് ജീവിക്കുക, നീ ആരാണ് എന്നോട് പറയാൻ? ആരാണ് അള്ളാന്റെ റസൂൽ എന്നോട് പറയാൻ? ഞാൻ എന്തിനാണ് അള്ളാന്റെ റസൂലിനെ അനുസരിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അവനേക്കാൾ വലിയ വിഡ്ഢിയുണ്ടോ? അവളേക്കാൾ വലിയ വിഡ്ഢിയുണ്ടോ? ഒന്ന് ആലോചിച്ചാൽ മതി. ഇപ്പോ ആ സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, അപ്പോ പെൺകുട്ടി അവളുടെ മുഖം ഏറ്റവും വികൃതമായ രൂപത്തിലും മുടിയെല്ലാം കൊഴിഞ്ഞ രൂപത്തിലാണെങ്കിൽ അവൾ മര്യാദക്ക് തട്ടിട്ടിട്ട് മുടിയൊന്നും കാണിക്കാതെയും മുഖമൊന്നും കാണിക്കാതെയും ശരീരമൊന്നും കാണിക്കാതെ അവൾ ജീവിക്കും. ശരീരം വികൃതമായ രൂപത്തിലാണ് വിചാരിക്കുക. ആരെങ്കിലും സൗന്ദര്യം കാണിക്കാൻ നിൽക്കുവോ? ഇല്ല. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവാണ് നമ്മുടെ റബ്ബ്. നമ്മെ സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ്, നമ്മെ നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ്, നമ്മുടെ കാര്യങ്ങളിൽ പൂർണ്ണ അധികാരമുള്ളവൻ അള്ളാഹു മാത്രമാണ്. പിന്നെ നമുക്ക് എന്താ വഴിയുള്ളൂ?
പിന്നെ നമുക്ക് എന്താ വഴിയുള്ളൂ? ഈ ഭൂമിയിൽ ജനിച്ചു വീണിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒറ്റ വഴിയുള്ളൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമം അനുസരിക്കുക. അല്ലാഹു തആല കൽപ്പിച്ച നിയമങ്ങൾ എന്താണോ അത് അനുസരിക്കുക. അതല്ലാത്ത രീതിയിൽ എന്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കുമെന്ന് തോന്നി തുടങ്ങിയാൽ സഹോദരങ്ങളെ അന്ന് മുതൽ നമ്മുടെ നാശമായിരിക്കും. അന്നു മുതൽ നമ്മുടെ നാശമായിരിക്കും. ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, എന്റെ ഇഷ്ടത്തിനാണ് ഞാൻ ജീവിക്കുക എന്ന് പറയാൻ ധൈര്യമുള്ള ഓരോരുത്തരും പറയണം, എന്റെ ഇഷ്ടത്തിന് എന്റെ ഹൃദയം ഞാൻ നിയന്ത്രിക്കുന്നു. ഇപ്പൊ ഞാൻ പറയട്ടെ, അടുത്തൊരു മിനിറ്റില് നിങ്ങളുടെ ഹൃദയം 200 തവണ മിടിക്കണമെന്ന് മിടിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ വെച്ചാൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ ചെയ്യുന്നു? പറ്റൂല. അല്ലെങ്കിൽ നിങ്ങളുടെ ശ്വാസകോശത്തിൽ ഇത്ര ശ്വാസമാണ് എന്റെ ശ്വാസകോശത്തിൽ നിറക്കുക എന്ന് പറയാൻ പറഞ്ഞ നിങ്ങൾക്ക് പറ്റുമോ? അങ്ങനെ ഒരു സാധനം ഉണ്ട് തന്നെ നമ്മൾ ആലോചിച്ചിട്ടില്ല. അങ്ങനെ ഒരു സാധനം വർക്ക് ചെയ്യുന്ന കാര്യം തന്നെ നമ്മൾ ആലോചിച്ചിട്ടില്ല. അങ്ങനെ തന്നെ ഓരോന്നും ചോദിച്ചാൽ എന്തെങ്കിലും നമുക്ക് പറ്റുമോ? നമ്മൾ ആലോചിച്ച് വെക്കണം. നമ്മൾ കഴിക്കുന്ന ഒരു ഉരുള ഭക്ഷണം, ഇപ്പൊ ഒരു ചോറ് നമ്മൾ ഒരു പിടി കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം പ്രവർത്തനം കഴിഞ്ഞിട്ട് ദഹിച്ചിട്ടാണ് ഇതൊന്ന് പുറത്തേക്ക് പോകണമെന്നറിയോ? ഇതിന് എപ്പോഴെങ്കിലും നമ്മൾ അതിനെ കുറിച്ചൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ. അല്ലാഹു തആല പറയും, നിങ്ങളുടെ ശരീരത്തിലേക്ക് നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾക്ക് ഉൾക്കാഴ്ചയുള്ള ദൃഷ്ടാന്തമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായി ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ എങ്ങനെയാണ് സഹോദരങ്ങളെ എന്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കും നമ്മൾ പറയാ? എന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റണമെന്ന് പറയണമെങ്കിൽ എന്റെ ഇഷ്ടത്തിന് എല്ലാം സാധിക്കണ്ടേ? അത് നമുക്ക് പറ്റുന്നില്ല. പിന്നെ എങ്ങനെയാണ് അതിന് പറയാൻ സാധിക്കുക? അതുകൊണ്ട് സഹോദരങ്ങളെ ഒറ്റ വഴിയുള്ളൂ, ഒറ്റ വഴി. പൂർണ്ണമായിട്ട് അള്ളാഹുവിന് കീഴൊതുങ്ങുക, പൂർണ്ണമായിട്ട് അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് കീഴൊതുങ്ങുക, ദീനിന്റെ നിയമങ്ങൾ പഠിക്കുക, അത് അനുസരിക്കുക. ഇതല്ലാതൊരു മാർഗം നമുക്കില്ല. വേറൊരു മാർഗത്തിലൂടെ നമുക്കൊന്നും നേടാനും സാധിക്കില്ല. ഇനി സഹോദരങ്ങളെ, ഇതിന്റെ എല്ലാം പിന്നിലുള്ള വലിയൊരു യാഥാർത്ഥ്യം എന്താണെന്നറിയോ? ഇതുപോലെയുള്ള ശഹ്വത്തുകൾ, ഇതാവട്ടെ സ്ത്രീയാവട്ടെ, അതുപോലത്തെ ലഹരിയാവട്ടെ, ഹറാമായ കാര്യങ്ങളാവട്ടെ, സിനിമയാവട്ടെ, സംഗീതമാവട്ടെ, ഇതിൽപ്പെട്ട ഒരു കാര്യമാണ് സംഗീതം. ഉലമാക്കൾ ഇബ്നു തൈമിയ്യ റഹിമഹുള്ള പോലെയുള്ള വലിയ പണ്ഡിതന്മാർ പറഞ്ഞത് ഖൽബിന്റെ വ്യഭിചാരമാണ് സംഗീതം എന്നാണ്. അത്രയധികം മനസ്സിനെ മരവിപ്പിച്ച് കളയുന്നത്. ഈ അടുത്ത കാലത്ത് ചില സൈക്കാട്രിസ്റ്റുമാർ അവരുടെ പഠനം കൊണ്ട് തെളിയിച്ച ഒരു വാർത്ത വായിക്കുകയുണ്ടായി. സംഗീതം തലച്ചോറിൽ ഉണ്ടാക്കുന്ന എഫക്ട് എത്രത്തോളമാണെന്ന്. ബുദ്ധിക്ക് ചിന്തിക്കാനുള്ള കഴിവിനെ ഇല്ലാതാക്കുന്ന അത്രത്തോളം മാരകമായിട്ടുള്ള ഒരു കാര്യമാണ് അത്. കേൾവി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീന് കേട്ട് ഖുർആൻ കേട്ട് അവൻ ഉറ്റാലോചിക്കാനുള്ള ഒരു മാർഗമാണ്. അതിൽ ഈ ഹറാമായ ഖുർആനിൽ തന്നെ വ്യക്തമായിട്ടുള്ള സൂറത്തുൽ ലുഖ്മാനിൽ 6-ാമത്തെ ആയത്തിൽ ലഹുൽ ഹദീസ് എന്ന് പറഞ്ഞിട്ടുള്ളത് സംഗീതമാണ് എന്ന് മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ദീനിൽ ഹറാമാണത്. സംഗീത ഉപകരണങ്ങൾ കൊണ്ടുള്ളത് ഹറാമാണ്. അത് കേൾക്കാൻ പാടില്ല, അത് നമ്മൾ ചെയ്യാൻ പാടില്ല, അത് നമ്മൾ ഒഴിവാക്കണം. അതിനു പുറമെ സഹോദരങ്ങൾ, ദുനിയാവിലും നമുക്കത് വലിയ നഷ്ടം ഉണ്ടാക്കാം. നമുക്ക് തോന്നുന്നത് എല്ലാം ആസ്വാദനം നൽകുന്നുണ്ട്, നമുക്ക് നല്ല എൻജോയ്മെന്റ് നൽകുന്ന കാര്യമാണെന്ന്. പക്ഷേ മനസ്സിന് കൂടുതൽ പിരിമുറുക്കുണ്ടാക്കുക. അതൊന്നും ഒഴിവാക്കിയിട്ട് സംഗീതത്തിന് അടിമപ്പെട്ടു പോയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അതൊന്നും നിർത്തിയിട്ട് നല്ല ഖുർആൻ പാരായണം, അതിന്റെ ആശയം ആലോചിച്ചിട്ടൊന്ന് കേട്ട് ശീലിച്ചു നോക്കി. നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും മനസ്സിന് ലഭിക്കുന്ന ആനന്ദം എത്ര വലുതാണെന്നുള്ളത്, മനസ്സിൽ ലഭിക്കുന്ന സമാധാനം എത്ര വലുതാണെന്നുള്ളത് നമുക്കറിയാൻ സാധിക്കും. ഇനി ഇതുപോലെയുള്ള ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിന്റെ എല്ലാം പിന്നിലുള്ള മറ്റൊരു ലക്ഷ്യമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ എന്തിനാണ് മുസ്ലിമീങ്ങൾക്കിടയിൽ, നമുക്കിടയിൽ ഇതിനെ പഠിപ്പിച്ചു തരുന്നതും ഇതെല്ലാം നമ്മളിടയിൽ വ്യാപിപ്പിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ? ഇസ്ലാമിൽ മാത്രമേ ഇതൊക്കെ ഹറാമാന്ന് പറയാൻ പറ്റുള്ളൂ. വേറെ ഏതെങ്കിലും മതത്തിൽ ഇത് ഹറാമാന്ന് പറയാൻ പറ്റുമോ? ഇസ്ലാമിൽ പലിശ ഹറാമാണ്. അതുകൊണ്ട് പലിശയുമായി ബന്ധപ്പെട്ട കച്ചവടങ്ങളോ അതുപോലുള്ള കാര്യങ്ങളോ പാടില്ല. ഇസ്ലാമിൽ ഈ സ്ത്രീകളുടെ സൗന്ദര്യം പ്രകടിപ്പിക്കൽ ഹറാമാണ്. അതുകൊണ്ട് അവരുടെ ശരീരം വെച്ചിട്ട് നോട്ടീസ് അടിക്കാനോ പോസ്റ്റർ അടിക്കാനോ പരസ്യം ചെയ്യാനോ പാടില്ല. അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. ഇസ്ലാമിൽ മുസ്ലിമീങ്ങൾ ഇതിനെയെല്ലാം ഹറാമാക്കി ഏറ്റവും നല്ല രീതിയിൽ ജീവിതം കാത്തു സൂക്ഷിക്കുമ്പോ ഇതിനെ പഴപ്പിക്കുന്ന ഒരു ലക്ഷ്യം എന്താണെന്നറിയോ? പിശാച്, നമ്മുടെ ശത്രു ശൈത്താൻ, ഇബ്ലീസ് അള്ളാഹുവിനോട് ചെയ്തിട്ടുള്ള ഒരു വാക്കുണ്ട്, ഞാൻ അവരെല്ലാവരെയും പഴപ്പിക്കും, അതിൽ ഇഖ്ലാസ് ഉള്ളവരൊഴികെ. അഥവാ പിശാചിന്റെ ലക്ഷ്യം അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതിൽ നിന്ന് നമ്മെ തെറ്റിക്കാനാണ്. അപ്പൊ ഈ ശഹ്വത്ത് കൊണ്ട് എന്താ നേട്ടം? ഈ ശഹ്വത്തുകൾ കൊണ്ട് എന്താ നേട്ടം? ഉദാഹരണത്തിന് ഇപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്നിൽ ഒരാൾക്ക് ലഹരി ഉപയോഗിച്ച് ജീവിക്കണം, ഒരാൾക്ക് ഹറാമുകൾ ചെയ്ത് വ്യഭിചരിച്ച് ജീവിക്കണം, ഒരാൾക്ക് ഹറാമുകൾ കണ്ടു ജീവിക്കണം, ഒരാൾക്ക് ഹറാമുകൾ കേട്ട് ജീവിക്കണം. ഇവന് തീർച്ചയായിട്ടും എന്ത് തടസ്സാണ്? മുസ്ലിം ആയിക്കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ? യഥാർത്ഥ ഒരു മുസ്ലിം ആയിക്കൊണ്ട് ഇതവന് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല.
യഥാർത്ഥ ഇസ്ലാം പരിശീലിക്കുന്ന ശീലിക്കുന്ന ഇസ്ലാം പ്രമാണങ്ങൾക്ക് അടിസ്ഥാനത്തിൽ ജീവിതത്തിൽ പകർത്തുന്ന ഒരാളാണെങ്കിൽ അവന് സിനിമ കാണാൻ പറ്റൂല, അവൾക്ക് പാട്ട് കേൾക്കാൻ പറ്റൂല, അവൾ അവളുടെ ശരീരം മറച്ചു ജീവിക്കണം, അവൾ അവളുടെ പുരുഷന്മാരുടെ കീഴിലായിക്കൊണ്ട് ജീവിക്കണം, അവൻ അവന്റെ സൗന്ദര്യം അവൻ ഉദ്ദേശിച്ച പോലെയല്ല, അള്ളാഹ് പറഞ്ഞതുപോലെ റസൂൽ പറഞ്ഞ പോലെ അവന്റെ ശരീരം നോക്കണം, അവന്റെ രൂപം നോക്കണം, എല്ലാം ചെയ്യണം. ഇതിനെന്ത് തടസ്സമായി മാറും? ഇസ്ലാം തടസ്സമായി മാറും. പിന്നീട് ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇന്ന് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം, നിങ്ങൾ ഇന്ന് കാണുന്ന നിങ്ങളുടെ ഇന്നത്തെ സൗകര്യങ്ങളിൽ സോഷ്യൽ മീഡിയകളിൽ യൂട്യൂബിലും മറ്റു ഈ മുസ്ലിമീങ്ങളെ പിന്നീട് തെറ്റിക്കാനുണ്ടായത് അവരെ നിരീശ്വരവാദത്തിലേക്ക് നയിക്കലാണ്. അല്ലെങ്കിൽ ലിബറലിസം എന്ന് പറയുന്ന, എത്തീസം എന്ന് പറയുന്ന, സ്ത്രീകളുടെ വിഷയത്തിൽ പറയുകയാണെങ്കിൽ ഫെമിനിസം എന്ന് പറയുന്ന കുഫറിന്റെ പുതിയ ഇസമുകളിലേക്ക്, കുഫറിന്റെ പുതിയ തത്വങ്ങളിലേക്ക് ആളുകളെ നയിച്ചു. പിന്നെ സുഖായി. ഒരാൾ മുസ്ലിമായി ജീവിക്കാം, അവന് ഇതൊക്കെ ഹറാമാണ്, ഇത് ചെയ്ത് ജീവിക്കാൻ എന്തായാലും പറ്റൂല. മുസ്ലിം ആണെങ്കിൽ അവനത് പറ്റൂല. പിന്നെ അവൻ എന്താ മാർഗമുള്ളൂ? അള്ളാഹിനെ നിഷേധിക്കുക. അള്ളൊന്നുമില്ല, അതൊക്കെ വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന, അള്ളൊന്നുമില്ല, അവനൊക്കെ നിഷേധിച്ച് ഇതൊക്കെ തന്നെ ഉണ്ടായതാണ്, ഇതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആയിക്കോളും, മരിച്ചു കഴിഞ്ഞാൽ പരലോകമൊന്നുമില്ല, അത് പിന്നെ അങ്ങനെ പോയിക്കോളും, ആ രീതിയിൽ ഇതൊക്കെ നിഷേധിച്ചു പോകുന്ന അവസ്ഥ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിശാചിന്റെ ലക്ഷ്യം പൂർത്തീകരിച്ചു. പിന്നെ കാലാകാലം നരകത്തിലാണ് അവന്റെ വിധി. അവന്റെ വിധി കാലാകാലം നരകത്തിലാണ് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, എന്തൊരു അപകടമാണത്! ഇതാണ്, അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത് അശ്ശഹവതു സാബൂനു ശുബ്ഹ. ശഹവത്തുകൾ എന്ന് പറഞ്ഞാൽ ശുബ്ഹത്തിലേക്കുള്ള സോപ്പാണ്. ശുബ്ഹത്തിലേക്ക് എളുപ്പത്തിൽ ചെല്ലാനുള്ള ആ രീതിയിലാക്കുന്ന ഒരു കാര്യമാണ് ശഹവത്തുകൾ എന്ന് പറയുന്നത്. ഈ ഏതെങ്കിലും ഈ തിന്മകളിൽ നാം അടിമപ്പെട്ടു പോയി കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള തിന്മകളിൽ അടിമപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്കുണ്ടാവുക ഇസ്ലാമിനെ നിഷേധിക്കാനുള്ള പ്രേരണയായിരിക്കും, അള്ളാഹുവിനെ നിഷേധിക്കാനുള്ള പ്രേരണയായിരിക്കും, കുഫറിലെത്തുന്ന അവസ്ഥയിലായിരിക്കും. നഊദു ബില്ലാഹ്. എങ്ങനെയാണ് സഹോദരങ്ങളെ, കൈഫ തക്ഫുറൂന ബില്ലാഹ്, എങ്ങനെയാണ് അള്ളാഹുവിനെ നമ്മൾ നിഷേധിക്കുക? നമ്മൾ ജീവിക്കുന്നു, നമ്മൾ മരിക്കുന്നു, ഇതെല്ലാം നമ്മൾ അറിയുന്നു. ഈ ജീവിതത്തിൽ നമ്മുടെ നിയന്ത്രണമില്ല, നമ്മുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന അള്ളാഹു ആണെന്ന് ബോധ്യം നമുക്കുണ്ട്. പിന്നെ എങ്ങനെയാണ് അള്ളാഹിനെ നിഷേധിക്കുക? ഒരിക്കലും നമുക്ക് സാധിക്കില്ല, ഒരിക്കലും ഒരു മനുഷ്യന് സാധിക്കില്ല. അള്ളാഹുവിനെ നിഷേധിച്ച് ജീവിക്കുന്നവൻ ഏറ്റവും വലിയ വിഡ്ഢിയാണ്. സ്വന്തം ഒന്നും നിയന്ത്രിക്കാൻ സാധിക്കാത്ത അവൻ പറയുന്നു അള്ളാഹു ഇല്ല, എനിക്കൊരു സൃഷ്ടാവില്ല, എനിക്കൊരു നിയന്താവില്ല. അപ്പൊ അള്ളാഹു തആല ചോദിച്ച ചോദ്യം, അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ, നിങ്ങൾ ഒന്നുമില്ലാത്തത് ഉണ്ടായതാണോ, അത് നിങ്ങൾ തന്നെയാണോ നിങ്ങളെ പഠിച്ചത്? എന്താ അള്ളാന്റെ ചോദ്യം ആലോചിച്ച് നോക്കി. നിങ്ങൾ തന്നെയാണോ നിങ്ങൾ ഉണ്ടാക്കിയത്? സുബ്ഹാനല്ലാഹ്, എന്ത് മറുപടിയാ പറയാ? അതല്ല, ആകാശഭൂമികളെ സൃഷ്ടിച്ചത് നിങ്ങളാണോ? ആകാശഭൂമികളെ സൃഷ്ടിച്ചത് നിങ്ങളാണോ? അള്ളാന്റെ ഈ ചോദ്യത്തിന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി സഹോദരങ്ങളെ, നിങ്ങളുടെ ബുദ്ധി കൊടുത്തൊന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയോ തവണ ഖുർആനിലൂടെ പറഞ്ഞതാണ്, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ആലോചിച്ചാൽ ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണിത്. സഹോദരങ്ങളെ, നിങ്ങൾക്ക് താല്പര്യം കാണിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു പോകുന്ന, നിങ്ങൾ അകപ്പെട്ടു പോകുന്ന ഈ തിന്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് അവസാനിപ്പിക്കണം. ഇവിടെ നിന്ന് പോകുമ്പോഴേക്ക് നാം രാവിലെ എല്ലാം മനസ്സിലാക്കിയതുപോലെ അള്ളാഹുവിലേക്ക് തിന്മകൾ ഏറ്റുപറഞ്ഞ് തൗബ ചെയ്ത് മടങ്ങുന്ന രീതിയിൽ ഏറ്റവും നല്ല വ്യക്തികളായിട്ട് നമ്മൾ മാറണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കടമകൾ വെച്ചുകൊണ്ട് മാത്രമായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. മറ്റാരേക്കാളും മറ്റെന്തിനേക്കാളും നമ്മൾ സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും അള്ളാഹുവിനെ ആയിരിക്കണം. സഹോദരങ്ങളെ, ആ അള്ളാഹു മാത്രമാണ് നമ്മോടൊപ്പം ഉണ്ടാവുകയുള്ളൂ. മരിക്കുന്ന സമയത്താവട്ടെ, ഖബറിലാവട്ടെ, പരലോകത്തിലാവട്ടെ, അള്ളാഹു അല്ലാതെ ഒരാളും നമ്മോടൊപ്പം ഉണ്ടാവൂല. നമ്മൾ എത്ര സ്നേഹിച്ച ആളാണെങ്കിലും നമ്മുടെ ഒപ്പം ഉണ്ടാവില്ല. നമ്മുടെ ഉമ്മ ഉണ്ടാവില്ല, ഉപ്പ ഉണ്ടാവില്ല, സഹോദരന്മാരുണ്ടാവില്ല, അനിയനുണ്ടാവില്ല, നമ്മുടെ കാമുകരോ ഉണ്ടാവില്ല, നമ്മൾ ഇഷ്ടപ്പെട്ട ഒന്നും തന്നെ ഉണ്ടാവില്ല. ജിബ്രീൽ അലൈഹിസ്സലാം മലക്കുകളിൽ ശ്രേഷ്ഠനായ മലക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൊടുത്തൊരു ഉപദേശമുണ്ട്. ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ജിബ്രീൽ അലൈഹിസ്സലാം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊന്ന് പറയാണ്, ഐശ് മാ ശിഅത ഇന്നക മയ്യിതുൻ. യാ മുഹമ്മദ് നബിയെ, ഐശ് മാ ശിഅത, നിങ്ങൾ തോന്നിയതുപോലെ ജീവിച്ചോളൂ. നമ്മളോട് ഓരോരുത്തരോടും പറയുകയാണെങ്കിൽ, നീ നിന്റെ ഇഷ്ടം പോലെ ജീവിച്ചോ. ഇന്നക മയ്യിതുൻ, ഒരു ദിവസം നീ മരിക്കും.
ഒരു ദിവസം നീ മരിക്കും. എന്നിട്ട് പറയാം, നീ ഉദ്ദേശിക്കുന്ന കാര്യം നീ ചെയ്തോ, നിനക്ക് തോന്നിയ പോലെ പ്രവർത്തിച്ചോ, ഇന്നക മജ്സിയും ബിഹി, നീ അതിന് പ്രതിഫലം നൽകപ്പെടുന്നവനാണ്. അതിനനുസരിച്ച് പ്രതിഫലം നിനക്ക് നൽകപ്പെടും. നന്മ ചെയ്താൽ നന്മ നൽകും, തിന്മ ചെയ്താൽ തിന്മക്കുള്ള ശിക്ഷയായിരിക്കും ഉണ്ടാവുക, അത് നിനക്ക് നൽകപ്പെടുന്നതാണ്. എന്നിട്ട് പറഞ്ഞു, നീ ആരെ വേണമെങ്കിലും ഇഷ്ടപ്പെട്ടോ, നീ അവരെ വേർതിരിഞ്ഞു പോകുന്ന വേർപിരിയുന്ന ഒരു ദിവസം വരാനുണ്ട്. സഹോദരങ്ങൾ, ഈ 3 ഉപദേശം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സ്വയം ചോദിക്കേണ്ട 3 ഉപദേശം. ഈ 3 ഉപദേശം എന്താണെങ്കിലും നമുക്ക് ഉറപ്പായിട്ടുള്ള ഈ കാര്യങ്ങളെ നാം സൂക്ഷിക്കേണ്ടതുണ്ട്. ഇനി സഹോദരങ്ങളെ, ഇതിന്റെ അപകടം ദുനിയാവിലും പരലോകത്തിലും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. എങ്ങനെയാണ് ഇതിലൊന്നും അകപ്പെടാതെ നമ്മൾ രക്ഷപ്പെടാനും, അല്ലെങ്കിൽ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കാനുമുള്ള മാർഗം എന്താണ്? ഒന്ന് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നാം പറഞ്ഞല്ലോ, നാം ഇന്നലെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇൽമ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്, അറിവുണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇതുപോലെ അറിവിന്റെ സദസ്സുകളിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒന്ന് പങ്കെടുക്കുക. ആഴ്ചയിൽ ഒരിക്കലുമെങ്കിലും ഇതുപോലെയുള്ള ദീനിന്റെ സദസ്സുകളിൽ, ഇൽമിന്റെ സദസ്സുകളിൽ പങ്കെടുക്കുക. എന്നാൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുകയുള്ളൂ. എന്നാൽ മാത്രമാണ് എന്തെങ്കിലും മാറ്റം നമുക്ക് ഉണ്ടാവുകയുള്ളൂ. ഇൽമിന്റെ സദസ്സുകളിൽ പങ്കെടുക്കൽ നിർബന്ധമാണ്. അതല്ലെങ്കിൽ നമുക്ക് അറിയില്ല, നമുക്ക് മനസ്സിലാവില്ല. എന്താണ് ശരി, എന്താണ് തെറ്റ് നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ കാണുന്നത് മുഴുവൻ തിന്മകളായിരിക്കും, നമ്മൾ കേൾക്കുന്നത് തിന്മകളായിരിക്കും. അതാണ് ശരിയെന്ന് വിചാരിക്കും, അതിൽ മുഴുകിയിട്ടുള്ള ആളുകളെ കാണും, അവരെ കണ്ടുകൊണ്ട് നമ്മൾ അതുപോലെ ആകണമെന്ന് ആഗ്രഹിക്കും, നമ്മൾ നഷ്ടത്തിലാവും. ഇതുപോലെ തന്നെ നമുക്കെന്നറിയാം, ഇന്ന് ഒരുപാട് ഓൺലൈനായിട്ട് നമുക്ക് ഈ ദർസുകൾ കേൾക്കാനുമുള്ള സൗകര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള ദർസുകൾ, ക്ലാസുകൾ, ദീനിയായിട്ടുള്ള ഉത്ബോധനങ്ങൾ കേൾക്കുക, അത് സ്ഥിരമായി കേൾക്കുക, അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കും. അതുപോലെ തന്നെ സഹോദരങ്ങൾ, രണ്ടാമത്തെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിസ്കാരം നിങ്ങൾ മുറപ്രകാരം നിർവഹിക്കുക. 5 വക്ത് നിസ്കാരം, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിസ്കാരം കൃത്യമായി നിർവഹിക്കുക എന്നുള്ളത് തെമ്മാടിത്തരങ്ങളിൽ നിന്നും മ്ലേച്ഛകളിൽ നിന്നും നമ്മെ തടയുന്ന ഒരു കാര്യമായിരിക്കും. നിസ്കാരം കൃത്യമായി നിർവഹിക്കുക. ഫജ്റിന് സഹോദരങ്ങളെ മസ്ജിദിൽ പോയി നിസ്കരിക്കുക. എത്ര ആളുകൾക്ക് ശീലം ഉണ്ടാകും? ഫജ്റിന് മസ്ജിദിൽ പോയിട്ട് നിസ്കരിക്കുന്ന, ജമാഅത്തായി നിസ്കരിക്കുന്ന ശീലം നമുക്ക് എത്ര ആളുകൾക്ക് ഉണ്ടായിരിക്കും? ഞാൻ കൈവന്തിക്കാൻ പറയല്ല, നമ്മൾ ആലോചിച്ചു നോക്കണം. ഫജ്റിന് സമയത്ത് മസ്ജിദിൽ ചെന്ന്, നിങ്ങൾക്ക് അറിയോ, നിങ്ങൾ ചെറുപ്പക്കാരാണ്, യുവാക്കളാണ്, എനിക്കിപ്പോഴറിയാം, 80 വയസ്സായിട്ടുള്ള ഒരു വ്യക്തി എന്റെ നാട്ടിൽ ഫജ്റിന് കൃത്യമായി പള്ളിയിലെത്തുന്ന, ഫജ്റിന് ജമാഅത്തിന് കൃത്യമായി പള്ളിയിലെത്തി 80 വയസ്സായ, വടിയും കുത്തി പിടിച്ചിട്ടാണ് ഒരു ടോർച്ച് അടിച്ചിട്ട് ഇരുട്ടത്തൂടെ വരുന്നത്. സഹോദരങ്ങൾ, എന്താ നമ്മുടെ അവസ്ഥ എന്താ? ഇത്രയും ആരോഗ്യം ഉണ്ടായിട്ട്, ഇത്രയും ചെറുപ്പുണ്ടായിട്ട്, ഇത്രയും ഉന്മേഷനായിട്ട്, അല്ലെങ്കിൽ വീട്ടിൽ ബൈക്കും വാഹനം ഒക്കെ ഉണ്ടായിട്ട് അത് ഓടിക്കാനൊക്കെ നമുക്ക് അറിഞ്ഞിട്ട് ഒന്ന് മസ്ജിദിലേക്ക് ഫജ്റിന് പോവാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ? സുബ്ഹാനല്ലാഹ്, എന്തു വലിയ അപകടമായിരിക്കും. അപ്പൊ സഹോദരങ്ങളെ, നമ്മൾ ഫജ്ർ മുതൽ അല്ലെങ്കിൽ എല്ലാ നിസ്കാരങ്ങളും ജമാഅത്തായിട്ട് നിർവഹിക്കാൻ നമ്മൾ ശ്രമിക്കണം. അത് പ്രധാനപ്പെട്ടതാണ്. ഫജ്റും ഇശാവും, ബാക്കിയുള്ള നിസ്കാരങ്ങളെല്ലാം നിർവഹിക്കണം. ഈ 2 കൂടുതൽ മടിയുണ്ടാവുന്നതാണ്, അത് നമ്മൾ കൃത്യമായി നിർവഹിക്കണം. അത് നമുക്കുണ്ടെങ്കിൽ സഹോദരങ്ങളെ, വലിയൊരു സംരക്ഷണം നമുക്ക് കിട്ടും. തിന്മകളിൽ നിന്ന് വലിയൊരു സംരക്ഷണം നമുക്കുണ്ടാകും. അതുപോലെ തന്നെ സഹോദരങ്ങളെ, മൂന്നാമത്തെ ഒരു കാര്യം, ഇവിടുന്ന് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ശീലമാക്കേണ്ടതാണ് ഖുർആൻ പാരായണം. ദിവസവും 1 പേജെങ്കിലും ഖുർആൻ പാരായണം ചെയ്ത് അതിന്റെ അർത്ഥം വായിക്കാൻ നിങ്ങൾ തയ്യാറാവണം. അതിന്റെ അർത്ഥം മലയാളത്തിലെങ്കിലും അർത്ഥം ഒന്ന് വായിക്കാൻ നിങ്ങൾ തയ്യാറാവണം. സഹോദരങ്ങൾ, നൂറാണത്, ബറക്കത്ത് നിറഞ്ഞ കിതാബാണത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിൽ, നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങളുടെ ഖൽബ് പ്രകാശം കൊള്ളും ഖുർആൻ കൊണ്ട്. ആ ഖുർആൻ അർത്ഥമറിഞ്ഞ് ചിന്തിക്കുന്ന വഴി നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റം അത്ഭുതമായിരിക്കും. നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാവുന്ന ബറക്കത്ത് അത്ര വലുതായിരിക്കും. നിങ്ങൾ അനുഭവിക്കുന്ന സമാധാനം അത്ര വലുതായിരിക്കും. അത് ഒരു വട്ടം അറിഞ്ഞാല് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് പരിശ്രമം ചെയ്യും. ഖുർആൻ ഓതുമ്പോഴും നിസ്കരിക്കുമ്പോഴും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുമ്പോഴും അള്ളാഹുവിനെ സൂക്ഷിക്കുമ്പോഴും അള്ളാഹു തആല കൽബിൽ ഇട്ടു തരുന്ന ഒരു ആസ്വാദനമുണ്ട്. അത് അറിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ പിന്നെ എന്ത് ത്യാഗം സഹിച്ചു നമ്മൾ ചെയ്യും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആനിന്റെ 1 പേജെങ്കിലും നമ്മൾ ദിവസവും പാരായണം ചെയ്യണം. അതിന്റെ അർത്ഥം നമ്മൾ വായിക്കുകയും വേണം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നല്ല കൂട്ടുകെട്ട് ഉണ്ടാവണം എന്നുള്ളത്.
നല്ല കൂട്ടുകെട്ട് ഉണ്ടാവണം എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഈ പറഞ്ഞതുപോലെയുള്ള തിന്മകളിലേക്ക് നമ്മെ ആഗ്രഹിപ്പിക്കുന്ന, പ്രേരിപ്പിക്കുന്ന, ഇപ്പൊ നമ്മുടെ ഒരു കൂട്ടുകാരൻ അവൻ നമുക്ക് പേരാണ്, പുതിയൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, എന്റെ കയ്യിലുണ്ട്, ഞാൻ എനിക്ക് അയച്ചുതരാം, അങ്ങനെ ഒരു പറയുന്ന കൂട്ടുകാരനായിട്ട് നമുക്ക് ബന്ധം വേണ്ട. അല്ലെങ്കിൽ ഹറാമായിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ, ഏതെങ്കിലും ലഹരി ഉപയോഗിക്കുന്ന ഒരു കൂട്ടുകാരനാണെങ്കിൽ അവനുമായിട്ട് ബന്ധം നമുക്ക് വേണ്ട. അല്ലെങ്കിൽ ഹറാമായ കാര്യങ്ങളെ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു കൂട്ടുകാരനാണെങ്കിൽ ആ കൂട്ടുകാരനുമായിട്ട് നമുക്ക് ബന്ധം വേണ്ട. അല്ലെങ്കിൽ പുതിയൊരു പാട്ട്, ഒരു സംഗീതം, ഇത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോക്കെ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ ആണെങ്കിൽ അവർ നമുക്ക് ആവശ്യമില്ല. സഹോദരിമാരോടും സഹോദരന്മാരോടും പറയട്ടെ, നല്ല കൂട്ടുകെട്ടായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഓരോ വ്യക്തിയും അവന്റെ കൂട്ടുകാരന്റെ ദീനിലായിരിക്കും. അവന്റെ കൂട്ടുകാരൻ ഏത് ദീനിലാണോ അതേ ദീനിലായിരിക്കും. അതുകൊണ്ട് ആരുമായിട്ടാണ് കൂട്ടുകൂടുന്നത് അവൻ നോക്കട്ടെ എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിസ്കരിക്കാൻ വിളിക്കുന്ന ഒരു കൂട്ടുകാരുണ്ടെങ്കിൽ അവനുമായിട്ട് നല്ല ബന്ധം വെക്കുക. നിസ്കരിക്കാൻ മസ്ജിദിലേക്ക് വിളിക്കുന്ന, അതുപോലെ തന്നെ അള്ളാഹുവിനെ പറ്റി നമ്മെ പരിചയപ്പെടുത്തി തരുന്ന കൂട്ടുകാരനാണെങ്കിൽ അവനുമായിട്ട് നല്ല ബന്ധം വെക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റുന്ന, ആ സുന്നത്തിനെ മുറുകെ പിടിക്കുന്ന ഒരു കൂട്ടുകാരനാണെങ്കിൽ അവനുമായിട്ട് നമ്മൾ ബന്ധം വെക്കുക. അതാണ് ഉത്തമമായിട്ടുള്ള സുഹൃത്തുക്കൾ, നാളെ പരലോകത്തൊപ്പം ഉണ്ടാകുന്നവർ. ഉറപ്പായിട്ടും അതല്ലാത്തൊരു കൂട്ടുകാരനാണെങ്കിൽ നാളെ പരലോകത്ത് നമ്മൾ പറയും, ഇന്നൊരു കൂട്ടുകാരൻ നമുക്കില്ലാതിരുന്നെങ്കിൽ, ഇവൻ എന്റെ കൂട്ടുകാരനല്ലായിരുന്നെങ്കിൽ എന്ന് പറയുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, നല്ല കൂട്ടുകെട്ട് നമുക്കുണ്ടാകണം. ഞാൻ പറഞ്ഞല്ലോ, ദീനിയായിട്ട് ദീനിനെ മുറുകെ പിടിക്കുന്ന കൂട്ടുകാരായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്, അതല്ലാത്ത രീതിയിലുള്ളതല്ല. പിന്നെ സഹോദരങ്ങളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടുന്ന് പോകുമ്പോഴേക്ക് നമുക്കുള്ള തിന്മകൾ, നാം ചെയ്തു പോകുന്ന തിന്മകൾ, അത് എന്താണോ ആ തിന്മകൾക്കുള്ള സാഹചര്യം നമ്മൾ ഒഴിവാക്കിയിരിക്കണം. ഇപ്പൊ നാം പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ ഒരുപാട് തിന്മകളുണ്ട്, പറയാത്ത തിന്മകളുണ്ട്. ആ തിന്മകൾക്കുള്ള സാഹചര്യം അത് നമ്മൾ ഒറ്റക്കാകുന്ന ഒരു സമയമാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ആണെങ്കിൽ, നമ്മുടെ കമ്പ്യൂട്ടർ ആണെങ്കിൽ, അല്ലെങ്കിൽ എന്താണോ ആ സൗകര്യം, ആ സാഹചര്യം ഒഴിവാക്കണം. അല്ലെങ്കിൽ ഏത് കൂട്ടുകെട്ടിന്റെ ഏത് ഗ്രൂപ്പാണോ ആ സാഹചര്യം നമ്മൾ ഒഴിവാക്കണം. സഹോദരങ്ങളെ, ഉറപ്പ്, സാഹചര്യങ്ങൾ ഒഴിവാക്കാതെ നമുക്ക് തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. സാഹചര്യങ്ങൾ ഒഴിവാക്കാതെ നമുക്ക് തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, സാഹചര്യങ്ങൾ ഒഴിവാക്കണം. ഇതുപോലെയുള്ള ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും പിന്നീട് ദീനിൽ ഇൽമുള്ള, അറിവുള്ള ഒരാളോട് ഉപദേശം ചോദിക്കുകയും ചെയ്താൽ തീർച്ച ജീവിതത്തിൽ വലിയൊരു മാറ്റം നിങ്ങൾക്കുണ്ടാകും. വലിയൊരു മാറ്റത്തോടു കൂടി പോകാൻ സാധിക്കും. സഹോദരങ്ങളെ, ഖുർആനിൽ അല്ലാഹു തആല ഒരുപാട് മാതൃകകൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. തിന്മകളിൽ നിന്ന് ഒഴിവാക്കാനുള്ള മാതൃകകൾ ഒരൊറ്റ ഉദാഹരണം നമുക്ക് പറയാം. വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറയുന്ന ഒരു ചരിത്രമുണ്ട്. സൂറത്ത് യൂസുഫിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം. ഞാൻ പറഞ്ഞതുപോലെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ മുസ്ലിം യുവാക്കൾ, കൗമാരക്കാർ ഏറ്റവും അധികം പരീക്ഷിക്കപ്പെടുന്ന സ്ത്രീകളുടെ ഫിത്നയിൽ, അത് വ്യഭിചാരമാവട്ടെ, അല്ലെങ്കിൽ അതിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാവട്ടെ, അതിലേക്ക് പ്രേരണ നൽകുന്ന കാര്യങ്ങളാവട്ടെ, അതിലേക്ക് ആഗ്രഹം തോന്നുമ്പോ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ഒരു സ്ത്രീ വശീകരിച്ചപ്പോൾ, വ്യഭിചാരത്തിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ ആ യൂസുഫ് നബി അലൈഹി ഇസ്ലാം എടുത്തൊരു നിലപാട്. യൂസുഫ് നബി അലൈഹി ഇസ്ലാം യുവാവാണ്. ആ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ മേലെ അധികാരമുള്ള ഒരു സ്ത്രീയാണ് വിളിക്കുന്നത്. സൗന്ദര്യമുള്ള സ്ത്രീയാണ്, അവിവാഹിതനാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാം നല്ല ആരോഗ്യവും സൗന്ദര്യമുള്ള ആളാണ്. ഈ എല്ലാ സാഹചര്യം ഉണ്ടായിട്ടും ഒരു തിന്മയിലേക്ക് ക്ഷണിച്ചപ്പോ യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞൊരു 3 വാക്കുണ്ട്. ആ 3 വാക്കുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ, അതിന്റെ അനുസരിച്ചിട്ടുള്ള കർമ്മം ജീവിതത്തിലുണ്ടോ, തിന്മകൾ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം, യൂസുഫ് നബി അലൈഹി സ്വലാം ആ സ്ത്രീ ക്ഷണിച്ചപ്പോൾ പറഞ്ഞു, ഖാല മഅദല്ലാഹ്, അള്ളാഹുവിന്റെ രക്ഷ, അള്ളാഹുവിനോടാണ് രക്ഷ തേടുന്നത്. സഹോദരങ്ങളെ, പിശാച് നമ്മെ പ്രേരിപ്പിക്കുന്ന ഏത് തിന്മയിൽ നിന്നും നമുക്ക് രക്ഷ തേടാനുള്ളത് അള്ളാഹുവിനോട് മാത്രമാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് രക്ഷ തേടുക. അള്ളാഹുവിനോട് എപ്പോഴും ഒരു തിന്മക്ക് പ്രേരണ വന്നാൽ അഊദു ബില്ലാഹ്, അള്ളാഹുവിനോട് രക്ഷ തേടുന്നു എന്ന നിലയ്ക്ക് അള്ളാഹുവിലേക്ക് മടങ്ങുക. രണ്ടാമത്തെ കാര്യം യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞത്, ഇന്നഹു റബ്ബി അഹ്സന മസ്വായ, എന്റെ യജമാനൻ, അതായത് ഈ തിന്മയിലേക്ക് ക്ഷണിക്കുന്ന ഈ സ്ത്രീയുടെ ഭർത്താവ്, എന്റെ യജമാനൻ, എനിക്ക് ഏറ്റവും നല്ല താമസ സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ആ യജമാനനോട് ഞാൻ നന്ദി കേട് കാണിക്കില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ യജമാനൻ പറഞ്ഞ ആ വീട്ടിലത്തെ യജമാനൻ ശരിക്കുള്ള യജമാനല്ല. തൽക്കാലുള്ള ശരിക്കുള്ള റബ്ബാരാണ്? യജമാനാരാണ്? അള്ളാഹു ആണ്. എല്ലാവിധ അനുഗ്രഹം നൽകിയത് അള്ളാഹു ആണ് നമുക്ക് ഓരോരുത്തർക്കും. അപ്പൊ അള്ളാഹുവിനോടുള്ള കടം എത്ര വലുതാണ്. അള്ളാഹു നൽകിയ നിഅമത്തുകൾക്ക് നന്ദി കേടല്ലേ ഏത് തിന്മ കൊണ്ട് നമ്മൾ ചെയ്യുന്നത്.
നമ്മൾ ആലോചിച്ചേക്ക്, അവളിപ്പോ കണ്ണുകൊണ്ടൊരു തിന്മ കാണുകയാണെങ്കിൽ കണ്ണിന് കാഴ്ചയില്ലാത്ത എത്ര ആളുകളുണ്ട്. അല്ല ഈ കണ്ണ് തന്നോണ്ടല്ലേ നമുക്കിത് കാണാൻ പറ്റുന്നത്. ഈ കണ്ണിന് കാഴ്ച അള്ള നഷ്ടപ്പെടുത്തിയാൽ പിന്നെ നമുക്ക് കാണാൻ പറ്റുമോ? പറ്റില്ല. ഒരു ഹറാമായ സംഗീതം കേൾക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ചെവി ഉള്ളോണ്ടല്ലേ കേൾക്കാൻ പറ്റുന്നത്. കേൾവി ശക്തി ഇല്ലാക്കി കേൾക്കാൻ പറ്റുമോ? പറ്റൂല. കൈ കൊണ്ടൊരു ഹറാമ് ചെയ്യുന്നുണ്ടെങ്കിൽ കൈ തന്നോണ്ടല്ലേ പറ്റുന്നത്. കൈ തളർന്നു പോകുന്ന എത്ര ആളുകളുണ്ട്. അങ്ങനെ പോയാൽ നമുക്ക് പറ്റുമോ? ഇല്ല. അപ്പൊ അള്ളാഹു ഏറ്റവും നല്ല രീതിയിൽ ഈ ശരീരവും സൗകര്യവും നൽകിയിട്ടുണ്ടെങ്കിൽ ആ അള്ളാഹുവിനെ ഓർക്കണം. മൂന്നാമത്തെ കാര്യം യൂസുഫ് നബി അലൈഹി സ്വലാം പറയുന്നഹു ലാ യുഫ്ലിഹു ളാലിമൂൻ, ദുൽമ ചെയ്യുന്നവർ, അക്രമം ചെയ്യുന്നവർ ഒരിക്കലും വിജയിക്കുകയില്ല. ദുനിയാവിലും വിജയിക്കില്ല, പരലോകത്തും വിജയിക്കില്ല. നേരത്തെ പറഞ്ഞ എല്ലാത്തിന്റെയും പോലെ ദുനിയാവിലും നഷ്ടമായിരിക്കും, പരലോകത്തിലും നഷ്ടമായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏതൊരു തിന്മക്ക് പ്രേരിപ്പിക്കണം ഈ മൂന്ന് കാര്യം. ഒന്ന്, അള്ളാഹുവിനോട് രക്ഷ തേടുക. രണ്ട്, അള്ളാഹു നൽകിയ നിഅമത്തുകളെ കുറിച്ച് ആലോചിക്കുക. മൂന്ന്, ഇതിന്റെ പരിണിത ഫലം എന്തായിരിക്കും ആലോചിക്കുക. ഇപ്പൊ ഒരു ലഹരിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് അവസാനത്തിൽ നമ്മൾ എവിടെ എത്തിക്കാന്ന് ആലോചിക്കുക. ഹറാമായ ഒരു ബന്ധമാണെങ്കിൽ അതിന്റെ അവസാനം എന്തായിരിക്കും ആലോചിക്കുക. എന്തൊരു തിന്മയാണ് ണെങ്കിലും അതിന്റെ അവസാനം എന്താണെന്ന് ആലോചിക്കുക. എന്നാൽ നമുക്ക് ആ തിന്മയിൽ നിന്ന് ഒഴിവാകാൻ വബില്ലാഹി തൗഫീഖ്, നിഷ്കളങ്കമായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകും. ഇനി സഹോദരങ്ങളെ, അവസാനമായിട്ടൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ മുൻഗാമികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് ദീൻ പഠിച്ച സ്വഹാബാക്കൾ, അവരുടെ ചരിത്രങ്ങൾ പഠിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇവിടെയൊക്കെ നിങ്ങൾ ഓരോരുത്തരും സ്വന്തത്തിനോട് ചോദിച്ചു നോക്കി, ഖുർആനിന്റെ ആയത്തുകളാണോ സിനിമയുടെ പാട്ടുകളാണോ നമ്മുടെ കൽബിൽ കൂടുതലുള്ളത്? ഖുർആനിന്റെ ആയത്തുകളാണോ അതോ സിനിമയിലുള്ള പാട്ടുകളാണോ? അല്ലെങ്കിൽ ചോദിക്കട്ടെ, നിങ്ങൾക്ക് കൂടുതൽ അറിയുന്ന പേരുകൾ സിനിമാ നടന്മാരുടെയും ഫുട്ബോൾ കളിക്കാരുടെയും ക്രിക്കറ്റ് കളിക്കാരുടെയുമാണോ അതല്ല അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബാക്കളെയാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. നിങ്ങൾ സ്വന്തത്തിൽ ആലോചിച്ച് നോക്കി, എന്താ ദീനുമായിട്ട് നമുക്കുള്ള ബന്ധം? അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി രാവും പകലും ത്യാഗം സഹിച്ച് സ്വന്തം ജീവൻ ത്യജിച്ച സ്വഹാബാക്കളുടെ ചരിത്രം നിങ്ങൾ കേട്ടാൽ കണ്ണീര് വന്നു പോകും. അതുപോലെ ജീവിച്ച സ്വഹാബാക്കൾ ജീവിച്ച നാടാണ്, അതുപോലെ ജീവിച്ച ഇസ്ലാമിന്റെ ദീനിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ജീവിക്കുന്നതോ ഏതെങ്കിലും ഒരു അവസരം ലഭിച്ചാൽ അള്ളാഹു തആല ഹറാമാക്കിയ കാര്യങ്ങളിൽ മുഴുകിയിട്ടോ? ഒരിക്കലും പാടില്ല. സഹോദരങ്ങളെ, ചരിത്രം പഠിക്കണം. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പഠിക്കണം. അതുപോലെ തന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ ചരിത്രം പഠിക്കണം. അലി ബിൻ അബീ താലിബ് റളിയല്ലാഹുവിന്റെ ചരിത്രം പഠിക്കണം. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹുവിന്റെ ചരിത്രം പഠിക്കണം. ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹുവിന്റെ ചരിത്രം പഠിക്കണം. ഇതുപോലെയുള്ള സഹാബാക്കളുടെ ചരിത്രങ്ങൾ കേട്ടുനോക്കി. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിൽ ഉണ്ടായ സംഭവങ്ങൾ കേട്ടുനോക്കി. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു മക്കയിൽ നല്ല സൗന്ദര്യമുള്ള, നല്ല സമ്പന്നതയിൽ ജീവിച്ച വ്യക്തിയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഉമ്മ അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് അത്ര എല്ലാം ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ നല്ല ജീവിച്ചിരുന്ന വ്യക്തി ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ഇസ്ലാമിന് വേണ്ടി അതെല്ലാം ത്യജിച്ച് ഏറ്റവും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന അവസ്ഥയിലായി. ഉമ്മ ഒഴിവാക്കി, കുടുംബക്കാരൊഴിവാക്കി, അങ്ങനെ ഒരു മുണ്ട് അത് 2 കഷ്ണമായിട്ട് വസ്ത്രമായിട്ട് മേലെയും താഴെ എടുക്കുന്ന അവസ്ഥയുണ്ടായി. ആ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിൽ മുസ്അബ് ബിൻ ഉമൈർ ഉഹദിന്റെ പതാക ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുക. പതാക ഏറ്റുവാങ്ങിയിട്ട് ഉഹദ് യുദ്ധത്തിൽ ആദ്യം മുസ്ലിമുകൾക്ക് ജയമുണ്ടായെങ്കിലും പിന്നീട് ശത്രുക്കൾ ആക്രമിച്ചു. ആ സമയത്ത് ഇസ്ലാമിന്റെ പതാക പിടിച്ചിട്ടുള്ള വലത് കൈ ഇസ്ലാമിന്റെ ശത്രുക്കൾ വെട്ടിക്കളഞ്ഞു. ആ വെട്ടിക്കളഞ്ഞപ്പോ ഇടത് കൈ കൊണ്ട് ഇസ്ലാമിന്റെ പതാക പിടിച്ചിട്ട് നിന്നു. വീണ്ടും യുദ്ധത്തിൽ നിന്നപ്പോ വീണ്ടും ഇടത് കൈ വെട്ടി. പിന്നീട് തന്റെ കൈയിന്റെ ബാക്കിയുള്ള ഭാഗം കൊണ്ട് ആ പതാക നെഞ്ചത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മുഹമ്മദ് എന്നുള്ളത് മുൻകഴിഞ്ഞ നബിമാരെ പോലെ ഒരു നബി മാത്രമാണ്, ഇത് ഇസ്ലാമാണ് ദീന് നിലനിൽക്കുന്നത് എന്ന നിലക്ക് പറഞ്ഞു. അങ്ങനെ ആ രീതിയിൽ ആ സമയത്ത് അവിടെ മരണപ്പെട്ടു. ഇങ്ങനെ എത്ര സ്വഹാബ നിങ്ങൾക്കറിയോ? യുദ്ധത്തിൽ പോകുമ്പോ യുദ്ധം ചെയ്യുന്ന സമയത്ത് ഒരു കൈ മുറിഞ്ഞു പോയിട്ട് കൈയിന്റെ ഒരു കഷ്ണം ഇങ്ങനെ ആടി കളിക്കുന്നുണ്ടാവും. അത് കാലിന്റെ ഇടയിലിട്ടിട്ട് പെറിച്ചിട്ടിട്ട് യുദ്ധത്തിനിറങ്ങിയ സ്വഹാബാക്കളുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മ മഖ്തൂം റളിയല്ലാഹു അൻഹു കണ്ണ് കാണില്ല. ആ സ്വഹാബി യുദ്ധത്തിന് പോട്ടെ ചോദിക്കും. റസൂൽ പറയും, വേണ്ട, മദീനത്ത് ഇമാമായിട്ട് എന്നാ മതി പറയും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്ത് ചോദിച്ചു, നിങ്ങൾ യുദ്ധത്തിന് പോട്ടെ ചോദിച്ചു. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേണ്ട, റസൂൽ നിങ്ങൾ വിട്ടിട്ടില്ല, ഞാൻ വിടൂല എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് ചോദിച്ചു. ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഞാൻ വിടൂല പറഞ്ഞു. അപ്പൊ അബ്ദുല്ലാഹ് ഇബ്നു മഖ്തൂം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നാളെ കോടതിയിൽ ഉമർ അമീറുൽ മുഅ്മിനീൻ നിങ്ങൾക്കെതിരെ നിൽക്കും, എന്നെ നിങ്ങൾ യുദ്ധത്തിന് വിട്ടില്ല എന്ന് പറഞ്ഞിട്ട്, ജിഹാദിന് വിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അതിന് കണ്ണ് കാണാത്ത സ്വഹാബി പറഞ്ഞു, ഞാൻ പതാക ഏന്തിക്കോളാം, അതാവുമ്പോ
ഞാൻ മുന്നിൽ നിന്നാല് ശത്രുക്കൾ വരുന്നത് കാണൂല, ശത്രുക്കൾ എന്നെ കൊല്ലാൻ വരുന്നത് ഞാൻ കാണൂല, ഞാൻ തിരിഞ്ഞോടൂല, ഞാൻ അതുപോലെ നിൽക്കുന്നു പറഞ്ഞു. അങ്ങനെയുള്ള സ്വഹാബാക്കൾ കഴിഞ്ഞു പോയിട്ടുണ്ട് സഹോദരങ്ങളെ. ഖബ്ബാബ് റളിയല്ലാഹുവിന്റെ ചരിത്രം അറിയോ നിങ്ങൾക്ക്? ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ സദസ്സിൽ ഖബ്ബാബ് റളിയല്ലാഹു പുറത്തൊരു തുണിയിട്ടിട്ട് വരിക. അങ്ങനെ തിരിഞ്ഞു പോകുന്ന സമയത്ത് ആ തുണി ഒന്ന് വീണുപോയി. പുറത്ത് അടയാളങ്ങൾ, പൊള്ളിയ അടയാളം കാരണം മാംസങ്ങൾ പോയിട്ട് എല്ല് കാണുന്ന പോലത്തെ അവസ്ഥ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖബ്ബാബ് എത്രയും പെട്ടെന്ന് ആ തുണി ഇട്, എനിക്ക് കാണാൻ വയ്യാന്ന് പറഞ്ഞു. എന്ന് ചോദിച്ചു, ഖബ്ബാബ് ഇത് എന്താണിത് ചോദിച്ചു. എന്താണിത് ചോദിച്ചു. അപ്പൊ പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ? അമീറുൽ മുഅ്മിനീൻ, നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ ദീനിന് വേണ്ടി എന്ത് സഹിച്ചു എന്ന് ചോദിക്കുമ്പോ എനിക്ക് കാണിച്ചു കൊടുക്കാനുള്ളതാണ് എന്നാ പറഞ്ഞത്. കാരണം ഇസ്ലാം സ്വീകരിച്ച സമയത്ത് ഇസ്ലാമിന്റെ പേരിൽ അദ്ദേഹത്തെ ഈ ഇരുമ്പ് ചൂടാക്കിയിട്ട് അതിൽ കിടത്തും. എന്നിട്ട് ചെറിയ കുട്ടികൾ വിറകൊക്കെ കത്തി കഴിഞ്ഞ വിറക് കുത്തിക്കെടുത്ത് അദ്ദേഹത്തിന്റെ പുറത്തായിരിക്കും. അദ്ദേഹത്തിന്റെ പുറത്ത് അമർത്തുമ്പോ രക്തവും ചെലവും വന്നിട്ടാണ് ആ തീയിന്റെ കനല് കെട്ടുപോകാറുള്ളത്. അങ്ങനെ പൊള്ളി അനുഭവിച്ചതായിരുന്നു അടയാളങ്ങൾ. അതുപോലെ എത്ര സ്വഹാബികൾ. സ്ത്രീകൾ പഠിക്കട്ടെ. സുമയ്യ റളിയല്ലാഹു അൻഹയുടെ ഇസ്ലാമിന്റെ പേരിൽ ആദ്യമായി മരണപ്പെട്ട ഷഹീദയായ സുമയ്യ റളിയല്ലാഹു അൻഹയെ സ്വന്തം ഗുഹ്യസ്ഥാനത്തിൽ കുത്തിയിറക്കി, ഇരുമ്പ് തണ്ട് കുത്തിയിറക്കി വധിക്കപ്പെടുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിന് വേണ്ടി ജീവിച്ച സ്ത്രീകളെ, അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയെ പോലെ, അതുപോലെ തന്നെ മറിയം ബീവിയെ പോലെയുള്ള സ്ത്രീകളുടെ ചരിത്രം പഠിക്കട്ടെ. നമ്മൾ മത്സരിക്കുന്ന ആരോടാന്നറിയോ? ഇന്നത്തെ മുസ്ലിമീങ്ങൾ, ഇന്നത്തെ യുവാക്കള്, നിങ്ങളെ പോലുള്ളവർ മുസ്ലിങ്ങൾ മത്സരിക്കുന്ന ആരോടാ? കുഫാറുകളോടോ? കല്ലിനെയും മരത്തിനെയും പശുവിനെയും പാമ്പിനെയും ജന്തുജീവജാലങ്ങളെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന, സ്വന്തം ഇച്ഛകൾക്കനുസരിച്ച് ഏറ്റവും മ്ലേച്ഛമായ രീതിയിൽ വ്യഭിചാരത്തിലും ലഹരിയിലും കള്ളിലും എല്ലാം ജീവിതം തുലക്കുന്ന ആളുകളാണോ നമ്മൾ മാതൃകയാക്കുന്നത്? എത്രയെത്ര സഹാബാക്കൾ നമുക്ക് മാതൃകയുണ്ട്, എത്രയെത്ര മുൻഗാമികൾ നമുക്ക് മാതൃകയുണ്ട്. ഇൽമിലും അമലിലും ധീരന്മാരായിട്ട് ജീവിച്ചവർ. സിനിമയിൽ കാണുന്ന അഭിനയമാണത് അല്ല, യഥാർത്ഥത്തിൽ യുദ്ധപ്പോർക്കളത്തിൽ പങ്കെടുത്തവർ. സഹോദരങ്ങളെ, നിങ്ങൾ പഠിക്കേണ്ടത് അവരുടെ ചരിത്രമാണ്. നിങ്ങൾ മാതൃകയാക്കേണ്ടത് അവരെയാണ്. അവരുടെ ജീവിതമാണ് നിങ്ങൾ മാതൃകയാക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾ ചരിത്രം പഠിക്കുകയും ഇസ്ലാമിന്റെ മഹത്വം ഉൾക്കൊള്ളുകയും ഇസ്സത്തുള്ള മുസ്ലിമാകുകയും, മുസ്ലിമായതിന്റെ പേരിൽ അഭിമാനം കൊള്ളട്ടെ. എന്റെ സഹോദരിമാരോട് പറയട്ടെ, സൗന്ദര്യം പ്രകടിപ്പിച്ചിറക്കുന്ന, വസ്ത്രമില്ലാതെ നഗ്നത കാണിക്കുന്ന കാഫിർ പെണ്ണുങ്ങളെ പോലെയാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. അല്ല, മറിയം ബീവിയെ പോലെ, ആയിഷ ബീവിയെ പോലെ അവരുടെ സൗന്ദര്യം മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കാതെ, മറ്റുള്ളവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സൗന്ദര്യം കാണാനാണ്, നിങ്ങളുടെ ശരീരം കാണാനാണ്. അത് കണ്ടവർക്ക് കൊതിക്കാനാണ്, അവർ കണ്ടിട്ട് അവരുടെ വികാരങ്ങളെ പൂർത്തീകരിക്കാനാണ്. അതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഇസ്ലാം പഠിപ്പിച്ചതുപോലെ നിങ്ങൾ അത് മറച്ചു വെച്ച് ജീവിച്ചു നോക്കി, നിങ്ങളുടെ കൽബിൽ അതിന്റെ ആസ്വാദനം കിട്ടും, അള്ളാഹുമായിട്ടുള്ള ബന്ധം കിട്ടും. അതിനേക്കാൾ വലുതായിട്ട് ഒന്നുമില്ല സഹോദരങ്ങളെ. ദുനിയാവിൽ നിങ്ങൾ എന്തൊക്കെ ആസ്വാദനം വെച്ചോ, അള്ളാഹുവിന്റെ മുമ്പിൽ രാത്രി സുജൂദിൽ കിടക്കുന്നതിന്റെ ആസ്വാദനത്തോളം വേറൊന്നും കിട്ടൂല, വേറൊന്നും കിട്ടൂല നിങ്ങൾക്ക്. അതാണ് ദുനിയാവിന്റെ യാഥാർത്ഥ്യം, നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകേണ്ട യാഥാർത്ഥ്യം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ പറയുന്നു, നിങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ ഇസ്സത്തുള്ളവരാവണം. ഞാനൊരു മുസ്ലിമാണെന്ന് പറയുമ്പോൾ അതിന്റെ പേരിൽ അഭിമാനം കൊള്ളുന്നവരാകണം. ദുനിയാവിന്റെ ആളുകൾ എന്തിലേക്ക് ക്ഷണിച്ചാലും അത് എനിക്കുള്ളതല്ല, ഞാൻ ദുനിയാവിന് വേണ്ടി ജനിച്ചവനല്ല, എന്റെ വീട് സ്വർഗമാണ്, എനിക്ക് സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോകേണ്ടവനാണ്, മരണം എനിക്ക് ഉറപ്പായിട്ട് വരും, അതിനുശേഷം അള്ളാഹു എനിക്ക് ഒരുക്കി വെച്ച അനുഗ്രഹങ്ങളുണ്ട്, എനിക്കതു മതി എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അതിന് പഠിക്കണം. അതിന് സഹോദരങ്ങളെ, ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഈ ക്യാമ്പിൽ നിന്ന് നമ്മൾ പോകുമ്പോ നമ്മുടെ കൽബിൽ ചില തീരുമാനങ്ങൾ ഉണ്ടാവട്ടെ, ചില തീരുമാനങ്ങൾ ഉണ്ടാവട്ടെ. ഞാൻ ദീനിനെ കൂടുതൽ പഠിക്കുന്ന, ഈ ദുനിയാവിൽ ഇന്ന് നടക്കുന്ന ഈ സിസ്റ്റം മുസ്ലിമീങ്ങളെ പഠിപ്പിക്കാൻ ഞാൻ തുടക്കത്തിൽ ഓതിയായിട്ട് വല്ലാഹു യുരീദു അയ്യതൂബ അലൈക്കും, അല്ലാഹു ഉദ്ദേശിക്കുന്നത് നിങ്ങളെ തൗബ സ്വീകരിക്കാനാണ്. വയുരീദുൽ ലദീന യത്തബിഊന അശ്ശഹവാത് അൻ തമീലു മൈലൻ അദീമാ, ശഹവത്തിനെ പിൻപറ്റുന്നവർ നിങ്ങളെ പഴപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ദീനിലേക്ക് മടങ്ങുക, അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങുക, ദീനിനെ പറ്റി പഠിക്കുക. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. എന്റെ സഹോദരന്മാരോടും സഹോദരിമാരോടും ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ പറഞ്ഞതുപോലെ യാതൊരു ഭൗതിക നേട്ടവും ഇല്ലാതെ പരലോകം മാത്രം ഉദ്ദേശിച്ച് അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ എനിക്കറിയില്ല, നിങ്ങളെ വ്യക്തിപരമായിട്ട് നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, നിങ്ങൾ എങ്ങനെയായാലും എനിക്ക് ബാധിക്കുന്ന ഒരു വിഷയമല്ല. പക്ഷേ
അള്ളാഹുവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു, എന്റെ ഈ വാക്കുകൾ കേൾക്കുന്ന ഓരോരുത്തരുടെയും കൽബിൽ അള്ളാഹു തആല ഈമാനിന്റെ പ്രകാശം നിറക്കട്ടെ. എന്തെങ്കിലും തിന്മയിൽ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് തൗബ ചെയ്ത് മടങ്ങാനും കൂടുതൽ അള്ളാഹുലേക്ക് അടുക്കാനും ഏറ്റവും നല്ല മുസ്ലിമായി മരിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. നമ്മൾ ഓരോരുത്തരെയും ഇതുപോലെ തന്നെ അള്ളാഹു തആല സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യട്ടെ. വബില്ലാഹി തൗഫീഖ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുലേക്ക് മടങ്ങുക. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله.